Hi, hello, and welcome to IAS Factors Hindu Newspaper Analysis. നമ്മുടെ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ്ലി ഡെയിലി ക്രാക്ക് ചെയ്യുന്നതാണ്. സോ നവംബർ 28 പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഇമ്പോർട്ടൻ്റ്ലി ഗോ ഇൻ ടു ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കൽ ഓഫ് ദ ഡേ ഇസ് സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് എ വണ്ടർഫുൾ ന്യൂസ് ഓഫ് സീസ് ഫയർ വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വാറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പണ്ട് സീസ് ഫയർ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ഫൈറ്റ് എത്രയോ നാൾ നീണ്ടു നിന്ന ഒരു വലിയ ഫൈറ്റ് തൽക്കാലത്തേക്ക് സീസ് ഫയർ ചെയ്തെന്ന് ഉദ്ദേശിക്കുന്നത് വാസ് ദ ഫൈറ്റിംഗ് ഇനി ഉണ്ടാവില്ല, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. സോ ഒരുപാട് കണ്ടീഷൻസും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 മാസത്തേക്ക് 2 മന്ത്സിലേക്ക് ഫൈറ്റ് ഒന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി ഹോൾട്ടഡ് ആയിരിക്കും. അതേപോലെ സദേൺ ലെബനിൽ നിന്നും ലെബനീസ് ആർമി അവർ തിരിച്ചു വരണം. ഹെസ്ബുള്ളയുടെ ഗ്രൂപ്പ് ആണെങ്കിലും ദേ ഹാവ് ടു കം ബാക്ക്. അതേപോലെ ഇസ്രായേലിന്റെ ട്രൂപ്സും തിരിച്ചു പോകണം. അങ്ങനെ ഒരു കോമൺ കണ്ടീഷണാലിറ്റിയിലാണ് ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ എന്തായാലും കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വീടൊക്കെ വിട്ടുപോയ ഒരുപാട് ആൾക്കാർ തിരിച്ച് ലെബനനിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ഓൾ കമ്മിങ് ബാക്ക് ബിക്കോസ് ദേ ഹാഡ് ടു ഫ്ലീ ദ ലാൻഡ്. ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ ജീവിച്ചിരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് പോയി. സോ ഓൾ ഓഫ് ദം ആർ കമ്മിങ് ബാക്ക് നൗ. സോ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ. ഇനി നാഷണൽ ന്യൂസിൽ പോയി കഴിഞ്ഞാലും ഇതൊരു നല്ല മൂവ് ആയിരുന്നു എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഇനി വരുന്ന ഫൈറ്റ് കുറേയും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അദാനി ഗ്രൂപ്പ് ഗ്രീൻ ഡിനൈസ് ബ്രൈബറി ഇൻ ദ US ആൻഡ് വയലേഷൻ ഓഫ് FCPA എന്ന് പറയുന്നത് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് ആണ്. US ഇരുന്നുകൊണ്ട് തന്നെ US-നകത്ത് ഇങ്ങനത്തെ കറപ്റ്റീവ് ആക്ട് നടത്തുമ്പോൾ FCPA അദാനി പറയുന്നുണ്ട് ഇപ്പൊ US ആണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ പണി അദാനിക്ക് കൊടുത്തത്. കാരണം ഇന്ത്യയിൽ ഇത്രയും ഏതാണ്ട് 2000-3000 കോടി രൂപയോളം ഇന്ത്യയിൽ കറപ്ഷന് അദാനി കൂട്ടുനിന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അദാനി കറപ്ഷൻ വഴിയാണ് ഡീൽ എടുക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അദാനിയുടെ ഷെയർ ഒക്കെ താഴെ പോയി. പക്ഷേ ഇന്നലെയും ഒരു വളരെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് അദാനി ഇറക്കി. കാരണം വി ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ എക്സ്റ്റേണൽ എയ്ഡ്. എക്സ്റ്റേണൽ ഡെറ്റ് ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല, കാരണം ഞങ്ങൾക്കല്ലാതെ തന്നെ ഫംഗ്ഷൻ ചെയ്യാനുള്ള സംഭവം ഉണ്ട്. ആൻഡ് ഓൾ ഓഫ് ദിസ് ഇസ് ബേസ്ലെസ് ചാർജസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ US അറ്റംപ്റ്റ് ടു മെലൈൻ ദി അദാനീസ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ പക്ഷേ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴും അദാനി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്തതിന് ശേഷം അദാനിയുടെ ഷെയർ ഡൗൺ ആയി. എത്ര ഷെയർ ഡൗൺ ആയിപ്പോയെന്നല്ലേ, ആ ഷെയറുകളെല്ലാം പിന്നെയും ചെറുതായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ട്. സോ അതാണ് അദാനിയുടെ ഇഷ്യൂവിന് ഇത് വളരെ നല്ലൊരു പടമാണ്. കാരണം ഡൽഹിയിലത്തെ ഒരു മാൻ ഇസ് ഡ്രോയിങ് അറ്റൻഷൻ ടു ദി എയർ ക്വാളിറ്റി ഉണ്ട്. കണ്ടോ, ബാക്കിൽ ഒരു കുപ്പിക്കകത്ത് മരവും ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഇനി ഫ്രഷ് എയർ എന്നാണ് ഇനി ഡൽഹിയിൽ കിട്ടുക എന്നുള്ള വലിയൊരു ചോദ്യം കൂടെ ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ടച്ചിങ് പിക്ചർ. ഡൽഹിയിലത്തെ എയർ പൊല്യൂഷൻ ഭയങ്കര ഇഷ്യൂ തന്നെയാണ്. അത് എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം, ഡൽഹിയിൽ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രാപ്പ് ഉണ്ട്, ഗ്രേറ്റ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെന്തായാലും അതിൻ്റെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് റിഗാർഡിംഗ് ദ പ്ലാസ്റ്റിക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് INC എന്താണ്? ദാറ്റ് ഈസ് ഇന്റർ ഗവൺമെന്റൽ നെഗോസിയേഷൻസ് കമ്മിറ്റി. അത് ഓൾറെഡി 5th വണ്ണാണ് നടക്കുന്നത്. ആദ്യത്തത് ഇന്നലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തത് ഉറുഗ്വേയിലാണ് നടന്നു. ഇപ്പൊ 5ാമത്തത് ബുസാൻ സൗത്ത് കൊറിയയിൽ നടക്കുന്നു. സോ ഇതിൽ 170 രാജ്യങ്ങളോളം പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്റർ ഗവൺമെന്റൽ നെഗോസിയേഷൻസ് കമ്മിറ്റി ലോകത്ത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ നിർത്തലാക്കുക എന്നുള്ള വലിയൊരു സംഭവമുണ്ട്. അതായത് അൺസസ്റ്റൈനബിൾ പ്ലാസ്റ്റിക് യൂസ് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അൺസസ്റ്റൈനബിൾ ലെവലിലാണ് ആൾക്കാർ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. അത് തീരെ ശരിയല്ല എന്ന രീതിയിലാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് യൂസ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള വലിയൊരു ലോകത്തിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വാട്ട് ഇസ് ദ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി. സിവിൽ സർവീസിന് പ്രിലിംസിന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് എന്താണ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നുള്ളത്. സോ ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ ഓൺ ദാറ്റ്. വാട്ട് ഇസ് ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് തിയറി, ഈ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കതിന് മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ പറയുന്നുണ്ട് വി നീഡ് ടു ക്രിയേറ്റ് എ മൾട്ടിലാറ്ററൽ ഫണ്ട്. ഒരു മൾട്ടിലാറ്ററൽ ഫണ്ട് വേണമെന്നാണ് പറയുന്നത്. ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ഡെവലപ്ഡ് കൺട്രീസ് അവരിതാണല്ലോ. ഇപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, CBDR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഞാനും വേറൊരാളും പൊല്യൂഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ആണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്തത് ബി. 95% പൊല്യൂട്ട് ചെയ്തത് ബി. ഞാൻ 5% പൊല്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 5% റെസ്പോൺസിബിലിറ്റി മതി. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓരോ രാജ്യത്തിനും
അതേപോലെ വ്യത്യാസമുണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് തന്നെ ഫണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് വരണം എന്നാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ ഓൾറെഡി നമുക്കറിയാം ഇവിടെ NCQG എന്ന് പറഞ്ഞ നാഷണൽ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ എന്ന് പറഞ്ഞ $1 trillion ചോദിച്ചിട്ട് പൈസ പോലും ഇതുവരെ ഡെവലപ്ഡ് കൺട്രീസിന്റെ കയ്യിൽ നിന്ന് പൈസ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്? പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ മൾട്ടിലാറ്ററൽ ഫണ്ടിന്റെ ഭാഗമായിട്ട് പൈസ മാത്രമല്ല ടെക്നോളജി ട്രാൻസ്ഫർ നടത്താമെന്നാണ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ പറയുന്നത്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ടെക്നോളജി ട്രാൻസ്ഫർ ഡെവലപ്ഡ് കൺട്രീസിന്റെ കയ്യിൽ നിന്ന് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്താൽ മതി. കാരണം ഡെവലപ്ഡ് കൺട്രീസിന്റെ കയ്യിൽ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ തടയാനുള്ളതും അല്ലെങ്കിൽ അൺസസ്റ്റൈനബിൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ നിർത്താനും അതിനുള്ള ടെക്നോളജി ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ഇതിന്റെ റീസൈക്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ നമ്മുടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ടെക്നോളജി ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്താലും മതി എന്നും കൂടെ ഒരു പ്രധാനപ്പെട്ട ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ അടുത്തൊരു പ്രധാന കാര്യം ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്, സോ ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ജസ്റ്റ് ട്രാൻസിഷൻ. അതാണ് എൻ്റെ വാക്ക്. ഇറ്റ്സ് കോൾഡ് എ ജസ്റ്റ് ട്രാൻസിഷൻ. ഇതും എല്ലാവരും കൂടെ സഹായിക്കണം, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ സഹായിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ജസ്റ്റ് ട്രാൻസിഷൻ. എന്താണ് ഈ ജസ്റ്റ് ട്രാൻസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഓൾറെഡി അൺസസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്ലാസ്റ്റിക് വെറുതെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും റീസൺ കൊണ്ട് പ്ലാസ്റ്റിക് അങ്ങ് ഉണ്ടാക്കും. പക്ഷേ ഇതിന്റെ പൊല്യൂഷനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, അങ്ങ് പ്ലാസ്റ്റിക് ഉണ്ടാക്കും. ഈ അൺസസ്റ്റൈനബിൾ പ്രാക്ടീസ് നിന്ന് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ഷനും അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഇതൊരു ട്രാൻസിഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ദിശയിലേക്ക് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി അൺസസ്റ്റൈനബിൾ പ്രാക്ടീസിന് വേണ്ടി ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവും, ഒരുപാട് ജോബ്സ് ഉണ്ടാവും, ഫാമിലീസ് ഉണ്ടാവും. പെട്ടെന്നൊരു ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെ പെട്ടെന്നങ്ങ് മാറി വേറെ രീതിയിലേക്ക് എക്കോ ഫ്രണ്ട്ലി രീതി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരുടെ ജോലി പോകും. അപ്പോൾ ഈ ട്രാൻസിഷൻ സ്മൂത്ത് ആവണമെങ്കിൽ ഫണ്ട് വേണം, നമുക്ക് സഹായം വേണം, ഡെവലപ്ഡ് കൺട്രീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് സഹായം വേണം. സോ ഈ ട്രാൻസിഷൻ സംഭവിക്കാൻ തന്നെ വേണം. അപ്പോൾ അതാണ് മൊത്തത്തിൽ ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ചെറിയൊരു ആർട്ടിക്കിൾ ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് INC എന്ന് പറയുന്നതാണ്, ഇന്റർ ഗവൺമെന്റൽ നെഗോസിയേഷൻസ് കമ്മിറ്റി, പ്ലാസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഇനി 2 വാക്ക് ഇതിനെക്കുറിച്ചൊരു എക്സ്ട്രാ പോയിന്റ്സ് കൂടെ പറഞ്ഞുതരാം. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. സോ എന്താണ് ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്? ഓൾറെഡി 5 പോയിന്റ് ഇത് UNEA ഉണ്ട്. നമ്മൾ ഇന്നലെ ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ UNEA, അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ അസംബ്ലി, ഇതിന്റെ 5.2 വേർഷൻ, ഇതിന്റെ UNEA-യുടെ 5.2 വേർഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി കൊണ്ടുവരുന്നത്. ഇതൊരു ലീഗലി ബൈൻഡിങ് ട്രീറ്റി ആയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തത്. എല്ലാ സൈക്കിളും, പ്ലാസ്റ്റിക്കിന്റെ മുഴുവൻ സൈക്കിളും അടങ്ങുന്ന സംഭവമാണ്. മുഴുവൻ സൈക്കിൾ, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഇതിന്റെ പ്രൊഡക്ഷൻ തൊട്ട് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കി ഇങ്ങനെ പല ഫേസിൽ പോയി ഇതിന്റെ അവസാനത്തെ ഫേസ്, ഇതിന്റെ ഡിസ്പോസൽ വരെ. സോ ഫ്രം ദ പ്രൊഡക്ഷൻ ടു ഡിസ്പോസിബിൾ ഫേസ് വരെ പ്ലാസ്റ്റിക്കിന്റെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള, പിന്നെ ഏകദേശം 2040 ആകുമ്പോൾ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റിയുടെ ബൈ 2040 നമ്മൾ വിൽ ആക്ച്വലി എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതൊരു വലിയൊരു വിഷണറി ഡ്രീമും കൂടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അതാണ് ഇതിന് പ്രധാനപ്പെട്ട അടുത്ത വാർത്ത. പിന്നെ അടുത്ത മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇസ് around 2 lakh child marriages were prevented in a year, says WCD, Women and Child Development Ministry. അപ്പോൾ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല, ഈ ഒരു ആക്ട് വന്നതിന് ശേഷം ചൈൽഡ് മാരേജ് പ്രശ്നമാണെന്ന് നമുക്കറിയാം, അത് നടക്കില്ല. പണ്ടൊക്കെ ഭയങ്കര കോമൺ ആണെങ്കിലും ഇന്നും പല ഭാഗങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളൊരു ഫാക്റ്റും കൂടെ ഉണ്ട്. ഈ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരുപാട് മാറ്റങ്ങൾ ചൈൽഡ് മാരേജിനെ നമുക്ക് ഒരുപാട് ചൈൽഡ് മാരേജ് തടയാൻ പറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് റെഡ്യൂസ് ടു 47%, ഹാഫ് ഫ്രം 47 to 23%. കണ്ടോ, 47 23% കുറഞ്ഞു ചൈൽഡ് മാരേജിന്റെ പ്രിവലൻസ് ആക്ട്. പക്ഷേ അവിടെയും ഒരു വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്, 1 in 5 ഗേൾസ് ഇൻ ഇന്ത്യ ഇസ് മാരിഡ് ബിഫോർ റീച്ചിങ് 18. ഇപ്പോഴും അതൊരു വലിയ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. 5 പെൺകുട്ടികൾ എടുത്താൽ അതിൽ 1 in 5 അതിൽ ആ കുട്ടികൾ ഡെഫിനറ്റ് ആയിട്ടും 18 വയസ്സിന് മുന്നേ കല്യാണം കഴിപ്പിച്ച് ഇപ്പോഴും വിടുന്നുണ്ട്. അപ്പോൾ അത് ചൈൽഡ് മാരേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന. പിന്നെ ഇതേപോലത്തെ കുറേ ക്യാമ്പയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാൽ വിവാഹ് മുക്ത് ഭാരത് ക്യാമ്പയിൻ,
സോ നമുക്ക് എസ്സേയിലും വിമൻ റിലേറ്റഡ് അല്ലെങ്കിൽ ചൈൽഡ് മാരേജിനെ കുറിച്ച് സിവിൽ സർവീസിന്റെ മെയിൻസിനൊക്കെ എക്സാം വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്താം. ചൈൽഡ് മാരേജ് കുറയുന്നുണ്ട്. 1 in every 5 girls is still married before attaining the age of 18. And you can even mention the important statement of ബാലവിവാഹ മുക്ത് ഭാരത് ക്യാമ്പയിൻ. ഇതൊക്കെ മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് മെയിൻസിന് കുറച്ചുകൂടെ മാർക്ക് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയാലല്ലേ ഈ വാക്കും വൊക്കാബുലറി ആണല്ലോ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ നമ്മൾ എഴുതേണ്ടത്. സോ അങ്ങനെ ചൈൽഡ് മാരേജ് ഫ്രീ ഭാരത് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ് മാരേജ് ഫ്രീ ഭാരത് പോർട്ടൽ. അപ്പോൾ ഈ പോർട്ടൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ചൈൽഡ് മാരേജ് ഭാരത് ഫ്രീ പോർട്ടൽ, അതേപോലെ ബാലവിവാഹ മുക്ത് ഭാരത് സ്കീം, ഓൾ ഓഫ് ദിസ് ഇഫ് യു റൈറ്റ് യു വിൽ റിയലി ഗെറ്റ് ഗുഡ് മാർക്സ്. ചൈൽഡ് മാരേജിലൊക്കെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റും കൂടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ പിന്നെ അടുത്ത സ്റ്റേറ്റ് പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് പേജിൽ കുറേ വാർത്തകളുണ്ട്. പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ കണ്ടോ, രാബ്രി ദേവി വാണ്ട്സ് ടു സെപ്പറേറ്റ് മിഥിലാഞ്ചൽ ടു ബി കാർവ്ഡ് ഔട്ട് ഓഫ് ബീഹാർ. ഇനി പുതിയ സ്റ്റേറ്റിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇന്ത്യയിൽ. അപ്പോൾ അഗെയിൻ ഇത് ചോദിക്കുന്നത് ഗോ ബാക്ക് ടു ആർട്ടിക്കിൾ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 1, 2, 3. ഹൗ ക്യാൻ യു ക്രിയേറ്റ് എ ന്യൂ സ്റ്റേറ്റ്? എത്ര മെജോറിറ്റി വേണം? സിമ്പിൾ മെജോറിറ്റി മതിയോ, അബ്സല്യൂട്ട് മെജോറിറ്റി വേണോ, അതോ റാറ്റിഫിക്കേഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് വേണോ, ഏതാണ്? അപ്പോൾ പുതിയ സ്റ്റേറ്റിന്റെ ഏരിയ കൂട്ടാം, ഡിമിനിഷ് ചെയ്യാം, മെർജ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? ഇനിയും മിഥിലാഞ്ചൽ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഇനി ബോഡോലാൻഡ്, നാഗാലാൻഡിനെ വേറെ ആക്കാൻ പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരുപാട് സ്റ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ. സോ അതൊരു വാർത്തയാണ്. സ്റ്റേറ്റ്സിന്റെ ക്രിയേഷൻ എങ്ങനെ ഒരു സ്റ്റേറ്റിനെ ഇപ്പൊ കർണാടക, ഇപ്പൊ ആന്ധ്രാപ്രദേശും മുറിച്ചു മാറ്റിയിട്ടല്ലേ ഇപ്പൊ ഡെഫിനറ്റ്ലി തെലങ്കാനയും ആന്ധ്രാപ്രദേശും ആക്കി മാറ്റിയത്. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള പോയിന്റും കൂടെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ യു ക്യാൻ സി IIT ഡൽഹിയിലെ കുറെ സ്റ്റുഡൻസ് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ കയറി അവർ മരിച്ചുപോയി. അപ്പോൾ മരിച്ചു എന്നാണോ? യെസ്, സ്റ്റുഡൻറ് ഡൈസ് ആൻഡ് 3 injured. അപ്പോൾ ഇതിനകത്ത് അവരുടെ മരണത്തെക്കാട്ടും കൂടുതൽ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിസ്റ്ററിയിലെ കുറെ പോയിന്റുകൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ദേ വർ കളക്ടിങ് ഡേറ്റ നിയർ ദി ആർക്കിയോളജിക്കൽ റിമെയിൻസ് ഓഫ് ഹാരപ്പൻ പോർട്ട് ടൗൺ ലോഥൽ. ലോഥലിൽ നിന്നാണ് അവരത് വന്നത്. സോ ദാറ്റ് ബ്രിങ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ലോഥൽ? ആർട്ടിഫിഷ്യൽ ഡോക്യാർഡൊക്കെ ഇൻഡസ് വാലി സമയത്ത് ഉണ്ടായിരുന്നതാണ്. നമുക്ക് ലോഥലിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾ ഹിസ്റ്ററിയിൽ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. സോ ഇൻഡസ് സൈറ്റ്സ് എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി. ഹാരപ്പ, മോഹൻജദാരോ, ഇതേപോലെ ലോഥൽ, ചൻഹുദാരോ, കാലിബംഗൻ, അതേപോലെ ധോളവീര, അതേപോലെ കുറേ സിറ്റീസ് ഉണ്ടല്ലോ. ഇതൊക്കെ ഇത് ഓരോ സിറ്റീസും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എക്സാമിന് വേണ്ടി നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ, സോ അതാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് വാർത്ത നമ്മൾ ചെക്ക് ചെയ്തത്. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അടുത്ത സ്റ്റേറ്റ് ന്യൂസ് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ സാമ്പാൽ വയലൻസ് ഓൾറെഡി അറിയാമല്ലോ. അവിടെയുള്ള ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓൾറെഡി 16th century ഉണ്ടായിരുന്ന ഒരു ഓൾറെഡി ഉള്ള ഒരു ഫേമസ് മോസ്ക് വർഷങ്ങൾക്ക് മുന്നേ 15th century അതൊരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് ഡിബേറ്റ് ഉണ്ട്. ഇന്നും വേറെ ന്യൂസിൽ, നാഷണൽ ന്യൂസിൽ വേറൊരു വാർത്തയുണ്ട്, അജ്മീറിലെ ദർഗയിലും അത് പണ്ടൊരു ശിവന്റെ ക്ഷേത്രമായിരുന്നു. അതേപോലെ താജ്മഹാളും പണ്ടൊരു ശിവക്ഷേത്രമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു ഡിസ്പ്യൂട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്തായാലും നമുക്ക് ഇന്ത്യയിൽ നമ്മളൊരു സിവിൽ സർവീസ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് ഇതിനകത്ത് മതവും ജാതിയും അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒന്നും പറയാം, നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ട. നമ്മൾ ഹിസ്റ്റോറിക്കലി അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെല്ലാം ഹിന്ദുയിസം, ബുദ്ധിസ്റ്റും ജൈനിസ്റ്റ് ആർക്കിടെക്ചറാണ്. അത് കഴിഞ്ഞ് മിഡീവൽ ഇന്ത്യ വന്നപ്പോൾ ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് തന്നെ ഇസ്ലാമിക് ആർക്കിടെക്ചർ വന്നു. അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യ വന്നപ്പോൾ ഒരു യൂറോപ്യൻ ബ്ലെൻഡ് വന്നു, നിയോ ഗോത്തിക് സ്റ്റൈൽ, അതേപോലെ ഗോത്തിക്സ് ആർക്കിടെക്ചർ, നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചർ, യൂറോപ്യൻ സ്റ്റൈൽ വന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾ വരുമ്പോൾ തന്നെ എത്ര ഇന്ത്യൻ, അതിൽ ഏറ്റവും രസം എന്ന് പറയും ഏൻഷ്യൻ ഇന്ത്യയിലുള്ള പല മോണുമെന്റ്സും ബ്രിട്ടീഷ് ടൈമിൽ വന്നപ്പോൾ ഒരുപാട് മാറ്റം, അതിലവർ മാറ്റം വരുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാ ഫേസിലും മിക്സ് ചെയ്ത് വന്ന മോണുമെന്റ്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും ഹിസ്റ്റോറിക്കലി കണ്ടുപിടിക്കാൻ പാടാണ്. അവിടെ അമ്പലമുണ്ടോ പള്ളിയുള്ളോ എന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. സോ പിന്നെ അടുത്ത കണ്ടോ, ഇത് അജ്മീർ ശിവ ടെമ്പിളില് Ajmer Moinuddin Chishti. So this is also very important for medieval Indian architecture. Sufism, Moinuddin Chishti. ദർഗ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ദർഗ, സൂഫീസ് എന്താണ്, സൂഫിസം എന്താണെന്നൊക്കെ പണ്ട് സിവിൽ സർവീസിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. മെയിൻസിന് എഴുതാൻ, പ്രിലിംസിന് ചോദിക്കാറുണ്ട് എന്താണ് സൂഫിസം. ആൻഡ് റിമെമ്പർ ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. യു ഹാവ് ടു ബി വെരി thorough അബൌട്ട് ഭക്തി മൂവ്മെന്റ്. എന്താണ് ഭക്തി മൂവ്മെന്റ്, എന്താണ് സൂഫിസം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ എന്താണ് ഡിഫറെന്റ് സൂഫീസ് എന്ന് പറയുമ്പോൾ എന്താണ് സൂഫി സിൽസിലാസ്, ചിസ്തി, സുരവർദി, ഖാദിരി, നക്ഷബന്ദി എന്നൊക്കെ പറയുന്ന കുറെ സിൽസിലാസ് ഉണ്ട്. ഭക്തി മൂവ്മെന്റ്, പല ടൈപ്പ് ഓഫ് ഭക്തി മൂവ്മെന്റും ഭക്തി സെയിൻസ് ആരൊക്കെയാണ്. ദർഗ സൂഫി ആർക്കിടെക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ആണ്. എന്താണ് സൂഫീസിന്റെ ഐഡിയോളജി, ദർഗ എന്താണ്. മൊയിനുദ്ദീൻ ചിസ്തി ഉണ്ട്, അതേപോലെ ഖ്വാജ സലീം ചിസ്തി ഇൻ ഫത്തേപൂർ സിക്രി, അതേപോലെ ഖ്വാജ ഹസ്രത്ത് നിസാമുദ്ദീൻ മൗലിയ ഇൻ നിസാമുദ്ദീൻ ഡൽഹി. അപ്പൊ ഇതൊക്കെ സൂഫി ദർഗകളും സൂഫി സെയിൻ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം.
സോ ഇതിനകത്ത് വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ടോ? യെസ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഹാവ് എൻ ഐഡിയ അബൌട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യനെ കുറിച്ചും നമുക്കൊരു ധാരണ ഇവിടെ ഉണ്ടാവണം. യെസ്, ആൻഡ് മൂവിങ് ഓൺ, പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഗോവ ഗവർണറിന് വാറ്റിക്കൻ ഡെലിഗേറ്റ്സ് ഗിഫ്റ്റ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കോപ്പീസ് ഓഫ് ഭഗവത്ഗീത ഒക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സോ അതൊരു ഹൗ ലോങ് ക്യാൻ പാർത്ഥ ചാറ്റർജി ബി കെപ്റ്റ് ഇൻ ജയിൽ, സുപ്രീം കോർട്ട് ആസ്ക് ED. ഇതും ഒരു ചോദ്യമാണ്. സുപ്രീം കോടതി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, ഒരാളെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജയിൽ മാത്രമല്ല ഡിറ്റൻഷൻ എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഹവ് ബീൻ ഡിറ്റെയിൻഡ് ബൈ സംബഡി or detained by the state either by enforcement directorate or by the police or judicial custody, ഈ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോടതി പറയുന്നുണ്ട് ഈ ട്രയൽ എന്ന് പറഞ്ഞ സംഭവം വളരെ പെട്ടെന്നാക്കി തരണമെന്നില്ല. അല്ലാതെ ദിസ് ഇസ് എ ഗ്രോസ് ഇൻജസ്റ്റിസ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സുപ്രീം കോടതി ഇന്നും ഇതിനകത്തൊരു ഡിസ്കഷൻ ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് അവർക്ക് ട്രയൽ കൊടുക്കണം. അതായത് അവരുടെ വാദം കേട്ടിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. അല്ലാതെ വർഷങ്ങളോളം ജയിലിൽ പിടിച്ചിടുന്നതോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് വെക്കുന്നത് ശരിയല്ല എന്നാണ് കോടതി പറയുന്നത്. അത് സുപ്രീം കോടതി ഇപ്പോൾ ഇയാളുടെ കാര്യത്തിലാണെങ്കിലും EDയുടെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്താണെങ്കിലും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. സോ പിന്നെ പ്രധാനപ്പെട്ട അടുത്ത വാർത്ത എന്ന് പറയുന്നത്, ഐ തിങ്ക് ഐ കവേർഡ് മേജർ ആയിട്ടുള്ള സ്മോൾ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വിട്ടിട്ടില്ല, ഒന്നും ഇതിനകത്ത് അധികം കാര്യങ്ങൾ വിട്ടിട്ടില്ല. സോ ലെറ്റ്സ് ഗോ ഓൺ. ഏതൊക്കെയോ ന്യൂസ്, വാട്ട് വാസ് ദാറ്റ്, അഡ്മിഷൻസ് ഒക്കെയാണ്, ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒന്നും വിട്ടിട്ടില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, കൺവേർഷൻ ടു ഗെറ്റ് ജോബ്സ് അമൗണ്ട് ടു ഫ്രോഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് പല ആൾക്കാരും ഇപ്പോൾ ഓൾറെഡി ഹിന്ദു ആയിരിക്കും, അല്ലെ ഓൾറെഡി ഇപ്പം വിചാരിച്ചോളൂ, ഓൾറെഡി പല രീതിയിലുണ്ട്. ഓൾറെഡി ഒരു ക്രിസ്ത്യൻ ആണെന്ന് വിചാരിക്കും, ഓൾറെഡി ക്രിസ്ത്യൻ ആണ്. ക്രിസ്ത്യൻ രീതിയിലാണ് നമ്മുടെ കല്യാണം, നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ ആൾക്കാരുള്ളത്. നമ്മൾ പതുക്കെ ഹിന്ദുവിലേക്ക് കൺവേർട്ടായി, എസ്പെഷ്യലി അതിനകത്ത് എങ്ങനെയെങ്കിലും SC ST ആയി മാറിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന്റെ സ്റ്റാറ്റസ് നേടിയെടുക്കും. സോ ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാരെങ്കിലും കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ SC ST ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ ആയിരുന്ന ഒരാള് പ്രധാനമായിട്ടും SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ SC ST കാറ്റഗറിയിലേക്ക് വരാൻ വേണ്ടി ഇവർ മതം മാറി ഹിന്ദുവിസത്തിലേക്ക് വന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് വേറൊന്നും കൊണ്ടല്ല, ആ മതത്തിലേക്കോ ഹിന്ദു മതത്തിലേക്ക് വരാൻ, ഇപ്പോൾ ആരും SC ST ആയിട്ട് മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് വരാൻ പറ്റും, മതത്തിൽ നിന്നും പിന്നെ കമ്മ്യൂണിറ്റിയിലേക്ക്. അങ്ങനെ ഇവർ വന്നിട്ട് പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇത് ഒരു മതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ബിലീഫിന്റെ കാര്യം കൊണ്ടൊന്നും അല്ല. ഇറ്റ്സ് നോട്ട് ഔട്ട് ഓഫ് ദ ബിലീഫ്, പക്ഷേ ജോലി കിട്ടാൻ വേണ്ടിയാണ്. ജോലി കിട്ടിയ റിസർവേഷൻ കിട്ടുമല്ലോ, ഇന്ത്യയിൽ ജോലി കിട്ടാൻ പാടാണ്. അപ്പൊ റിസർവേഷൻ ഉണ്ടെങ്കിൽ ജോലി പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കൺവേർഷൻസ് ഇന്ത്യയിൽ ഇപ്പൊ ശരിക്കും ഇതിനകത്ത് പറയുന്നുണ്ട്. കൺവേർഷൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു മതത്തിലേക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ഫൈൻ. ഇപ്പോൾ ഉദാഹരണം അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, വാട്ട് ഇസ് ആർട്ടിക്കിൾ 25 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ഇസ് ആർട്ടിക്കിൾ 25 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? യു ഹാവ് ദ റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രാക്ടീസ് യുവർ റിലീജിയൻ. നമുക്ക് പ്രൊഫസ് ചെയ്യാനും, അത് ഇമ്പോർട്ടൻ്റ് ആണോ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ 25 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രൊഫസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഉള്ള അധികാരമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ വെറുതെ മതം മാറി റിസർവേഷന് വേണ്ടി മതം മാറരുത്, ജോലിക്ക് വേണ്ടി മതം മാറരുതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലത്തെ ലേഡിയാണ്, ഷെഡ്യൂൾ കാസ്റ്റിലേക്ക് മാറാൻ വേണ്ടിയാണ്, ക്രിസ്ത്യൻ ബൈ ബർത്ത് ആണ്, ഹിന്ദുയിസം എടുത്തു. പിന്നീട് ഇവർക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ അന്വേഷിച്ചപ്പോൾ വേറെ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല, ഹിന്ദുയിസത്തിന്റെ ആര്യ സമാജിന്റെ കൺവേർഷൻ ഡോക്യുമെന്റ്സ് ഒന്നും പറയുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, ജോലിക്ക് വേണ്ടി മതം മാറുന്നത് ഫ്രോഡ് ആണെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഫ്രോഡ് അതന്നെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് ഫ്രോഡ് എന്നാണ് പറയുന്നത്, ഫ്രോഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് വേറൊന്നുമല്ല, നയൻതാരയ്ക്കെതിരെ ധനുഷ് കേസ് കൊടുത്തിരിക്കുകയാണ് വയലേഷന് വേണ്ടി, എന്തോ പാട്ടിന്റെ എന്തോ ഒരു കോപ്പിറൈറ്റ് വയലേഷന് വേണ്ടി. നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയൊരു ഇത്, അത് വലിയ ഇമ്പോർട്ടൻറ്റ് വാർത്തയൊന്നുമല്ല, ബസ് കണ്ടുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അടുത്തത് പ്രധാനപ്പെട്ട വേറെ വാർത്ത എന്ന് പറയുന്നത്, ഹൈക്കോർട്ട് ടു എക്സാമിൻ റിലീഫ്. ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കേസാണ്. ഡൽഹി ഹൈക്കോടതി പറയാണ്, റേപ്പ് സർവൈവല് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാൻ നിയമം ഉണ്ടോന്നില്ല. കാരണം ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ആണ്. ഓൾറെഡി ഒരു സെക്ഷൽ ഹറാസ്മെന്റ് കേസാണ്, സെക്ഷൽ വയലേഷൻ റേപ്പ് കേസാണ്. പക്ഷെ ആ റേപ്പ് ചെയ്യപ്പെട്ട വിക്ടിമിന്റെ പ്രശ്നം, ഇവരെ റേപ്പ് ചെയ്തപ്പോൾ ഇവർക്ക് HIV കിട്ടി. ദാറ്റ് മീൻസ് അവരെ റേപ്പ് ചെയ്ത ആൾക്ക് HIV പോസിറ്റീവ് ആയിരിക്കണം അയാൾ. അപ്പോൾ ഇത് ഓൾറെഡി റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയൊരു മെന്റലി ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ്. അതിന്റെ മുകളിൽ കൂടെ ഷീ ഹാസ് കോൺട്രാക്റ്റഡ് HIV. അങ്ങനെ വരുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതെന്നില്ല. പക്ഷെ ഡൽഹിയിൽ അവരുടെ നിയമം അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്റ്റേറ്റിന്റെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഷീ ഹാസ് റിക്വസ്റ്റഡ് ഫോർ എ കോമ്പൻസേഷൻ.
ദാറ്റ് ഈസ് ഓൾസോ വെരി ഓൾറെഡി സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എന്തൊക്കെയോ ചെറിയ ക്ലെയിം ഒക്കെ കിട്ടി, കോമ്പൻസേഷൻ കിട്ടി. പക്ഷേ ഇതൊരു വലിയൊരു ചലഞ്ചാണ്. റേപ്പ് സർവൈവറിന് HIV കിട്ടുകയാണെങ്കിലും അതും വലിയൊരു ചലഞ്ചാണ്. സോ അടുത്തത്, ആൻഡ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഒരുപാട് മഴ വരാൻ പോവാണ്. സൈക്ലോണിക് സ്റ്റോം, ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. സൈക്ലോണിക് സ്റ്റോം വരാൻ പോവാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ബേ ഓഫ് ബംഗാളിൽ ഇടയ്ക്കിടയ്ക്ക്, ഇന്നലെ നമ്മൾ പഠിച്ചു, ബേ ഓഫ് ബംഗാളിൽ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ വരും, ഇടയ്ക്കിടയ്ക്ക് സൈക്ലോൺ വരും. ഇവിടെ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിൽ ബേ ഓഫ് ബംഗാൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സൈക്ലോൺ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒഡീഷ, ബംഗാൾ, ഈ പറയുന്ന കോസ്റ്റ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയുടെ വിശാഖപട്ടണം, പാരദീപ്, ഈ ഭാഗത്തുള്ള തമിഴ്നാട്, ഈ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്യും, ഹെവി മഴയായിരിക്കും. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇനി നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് അല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതെന്താണ് ഈ പടം? ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നൊന്നുമില്ല. ഇതിനകത്ത് ജസ്റ്റ് ഒരു വാർത്തയുള്ളൂ. ഈ പടം കണ്ടിട്ട് നിങ്ങൾ എന്താ തോന്നുന്നത്? ആ ബോയ് എന്നാണ് പറയുന്നത്, ബോയ് ദാറ്റ് വാസ് വാഷ്ഡ് അഷോർ ബൈ ഹൈ ടൈഡ്സ് ഓൺ മറീന ബീച്ച് ഇൻ ചെന്നൈ. ഇത് അവിടുത്തെ ബീച്ചിൽ ഇങ്ങനെ ഒഴുകി വന്നു എന്നാണ് പറയുന്നത്. ഇതെന്താണ്? ഇതിനെ വിളിക്കുന്നത് ബോയ് എന്നാണ്. ഇതെന്താണ് ഇതിന്റെ പർപ്പസ്? പരീക്ഷയ്ക്ക് ഇതുണ്ടോ ഇല്ലെന്നൊന്നും അല്ല. നമുക്ക് ഇങ്ങനെ ഒരു പടം കണ്ടു, നമ്മളിത് കണ്ടിട്ട് നമ്മുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ടേ, എന്താണ് എന്താണ് ഇവിടെ ചെയ്യുന്നത്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ളൊരു മിനിമം ക്യൂരിയോസിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടോ? വാട്ട് ഇസ് ദിസ്? എന്താണ് ഈ ബോയ് എന്ന് പറയുന്നത്? ഇത് വേറൊന്നുമല്ല, നമ്മുടെ ബീച്ചിലും നമ്മുടെ ഓഷ്യനിലും ഇതിലൊക്കെ പലപ്പോഴും ഷിപ്പുകളെ സഹായിക്കാൻ വേണ്ടി നാവിഗേഷനൊക്കെ വേണ്ടി ഇത് ഇടാറുണ്ട്. ഏത് ചാനൽ തിരിഞ്ഞിട്ട് ഇത് പല കളറിലുണ്ട്, റെഡ്, ഗ്രീൻ, ഓരോ കളറൊക്കെ കണ്ടാൽ ഷിപ്പുകാർക്കും ഷിപ്പിലൂടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം ഒരു സിമ്പിളും ഒരു നാവിഗേഷൻ എയ്ഡ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം, അല്ലെങ്കിൽ ഈ ബോയ് ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നാവിഗേഷൻ മാത്രമല്ല, വാട്ടേഴ്സ് ഭയങ്കരമായ കല്ലുകൾ ഉണ്ടാവും. ചിലപ്പോൾ അതിനൊക്കെ ഓരോ കളറിനും ഓരോ ഡെപ്പിക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഭയങ്കര കല്ലുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഷാലോ വാട്ടർ ആയിരിക്കും ഇവിടെ ഉള്ളത്, സൂക്ഷിക്കുക. പിന്നെ അതേപോലെ ചിലപ്പോൾ പൈപ്പ് ലൈനും അതേപോലെ തന്നെ കേബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള സ്ഥലമായിരിക്കും. സോ ഈ ബോയ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ ഇത് പലപ്പോഴും ഒരു നാവിഗേഷൻ, ഷിപ്പുകൾക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ ഇതുവഴി വരണോ, അങ്ങനെ ഓരോ കളർ അനുസരിച്ച് ഗ്രീൻ, ബ്ലൂ, റെഡ് ഒക്കെ ഉണ്ട്. നാവിഗേഷൻ അസിസ്റ്റൻസ് ആണ് ഈ കൂടുതലും ഈ പറയുന്ന ബോയ് എന്നുള്ള ഈ ബോയ് അല്ലെങ്കിൽ ബോയ്, ഇതിന്റെ മെയിൻ ഉദ്ദേശം അതാണ്. അപ്പൊ ഒരു പടം കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നാളെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണ്ടേ? ഓക്കെ, സോ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റ് വാർത്തകൾ. സോ ഇനി മൂവിങ് ഓൺ ടു, ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും സ്റ്റേറ്റ് കേസ് കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട വാർത്തകളുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. The ASI issues notice to stop construction at a temple in Shivamogga. ഇപ്പോൾ ഷിമോഗയിലെ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അവിടുത്തെ ഷിവമോഗ താലൂക്കിൽ കർണാടകയിൽ ഇമ്മീഡിയറ്റ്ലി ഓൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഓൺ ദ മഡ് ദാറ്റ് ഫോൾസ് വിത്ത് ദ പ്രൊഹിബിറ്റഡ് ഏരിയാസ് ഓഫ് രാമേശ്വര ടെമ്പിൾ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ എന്താണ് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് നോട്ടീസ് കൊടുത്തത്. അവിടെ ഒരു മഠം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി, ആര്യ അക്ഷോഭയ തീർത്ഥ മഠം എന്ന് പറഞ്ഞൊരു മഠം കൺസ്ട്രക്ട് ചെയ്യാൻ അവർ സ്ഥലം എടുത്തു. ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ രാമേശ്വര ടെമ്പിളിന്റെ പ്രൊഹിബിറ്റഡ് ഏരിയയിൽ വരുന്നതാണ്. ഇത് ASI പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഈ രാമേശ്വര ടെമ്പിൾ കൾച്ചർ എന്ന് ചോദിക്കാവുന്നതാണ് കറണ്ട് അഫയേഴ്സിൽ. രാമേശ്വര ടെമ്പിൾ ഇസ് എ ഹൊയ്സാല സ്ട്രക്ചർ ടൂറിസ്റ്റ് വിസിറ്റിംഗ് കുഡ്ലി. അപ്പൊ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, രാമേശ്വര ടെമ്പിൾ എവിടെയാണ്? രാമേശ്വര ടെമ്പിൾ ഇൻ കുഡ്ലി is an ASI protected monument. Rameshwara temple happens to be a Hoysala architecture. കറക്റ്റ് അല്ലേ? ചോദ്യം കറക്റ്റ് അല്ലേ? ഇനി വേണമെങ്കിൽ അടുത്ത കാര്യം, അപ്പൊ ഇത് ഈ രാമേശ്വര ടെമ്പിളിന്റെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞിട്ടാണ് ഈ മഠം നിർത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, എക്സ്ട്രാ കാര്യം കൂടെ. വാട്ട് ഇസ് NMA? NMA or National Monuments Authority. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്ര ഡീറ്റെയിലേ ഉള്ളൂ. അപ്പൊ 2-3 എക്സ്ട്രാ പോയിന്റോടെ നമുക്ക് നാഷണൽ മോണുമെന്റ് അതോറിറ്റി ഡിസ്കസ് ചെയ്യാം. 2010 നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റി വരുന്നത്. ഇത് വരാനുള്ള പ്രധാന കാര്യം, ഇതൊരു ആക്ട് ഉണ്ട്. അതേപോലെ ഏൻഷ്യന്റ് മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ് റിമെയിൻസ് ആക്ട്. ഏൻഷ്യന്റ് മോണുമെന്റ്സ് ആർക്കിയോളജിക്കൽ സൈറ്റ് റിമെയിൻസ് ആക്ട് 2010 ഇതിലാണ് ഇങ്ങനൊരു ബോഡി കൊണ്ടുവന്നത്. മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഈ NMAയുടെ ഉത്തരവാദിത്തമാണ് ഈ കേസ്. കണ്ടില്ലേ, ഓൾറെഡി രാമേശ്വരൻ ടെമ്പിളിന്റെ അല്ലെങ്കിൽ രാമേശ്വര ടെമ്പിളിന്റെ ആ പ്രൊഹിബിറ്റഡ് ഏരിയയ്ക്ക് അകത്ത് ഏതെങ്കിലും ഒരു സ്ഥലം കയ്യേറി കൺസ്ട്രക്ഷൻ നടന്നാൽ ഇമ്മീഡിയറ്റ്ലി NMA നോട്ടിഫൈ ചെയ്യും. അപ്പോൾ അതായത് ഇതേപോലെ ഏതൊക്കെ സൈറ്റുകളാണ് മോണിറ്ററിങ്, ഇതിന്റെ ഇവാലുവേഷൻ, ഇതിന്റെ പ്രൊഹിബിഷൻ, ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് ആർക്കിയോളജിക്കൽ സർവേ NMA ആണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ ഇത് ഓർത്ത് വെക്കണം. എന്താണ് NMA എന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാം. രാമേശ്വര ടെമ്പിളും ഓർത്ത് വെക്കുക. സോ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്.
ആൻഡ് പിന്നെ പ്രധാനപ്പെട്ടത് വാർത്ത എന്ന് പറയുന്നത് ഡൽഹി പൊല്യൂഷൻ കർബ്സ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ലോസ്റ്റ് ഇൻകം. ഇതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. ഡൽഹി പൊല്യൂഷൻ കർബ്സ് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഡൽഹിയിൽ പൊല്യൂഷൻ വന്നാൽ ഗ്രാപ്പ് വരും. ഗ്രാപ്പിന്റെ പല ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. CAQM ആണ് നമ്മൾ ഗ്രാപ്പ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്മീഷൻ ഓൺ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഇട്ട ഇവർക്ക് 1, 2, 3, 4 4 പ്ലാനാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ പ്ലാൻ അനുസരിച്ച് പല ഇൻഡസ്ട്രീസും ഷട്ട് ഡൗൺ ചെയ്യും. ഇപ്പൊ ഗ്രാപ്പ് 4 വന്നാൽ ഇൻഡസ്ട്രീസ് ഇല്ല, പ്രൊഡക്ഷൻ കൺസ്ട്രക്ഷൻ സൈറ്റ്സ് എല്ലാം നിർത്തിവെക്കും. എന്തൊക്കെ കാരണം കൊണ്ട് പൈലിങ്ങോ കാര്യം കൊണ്ട് കാർബൺ മുകളിലേക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എന്തും നിർത്തിവെക്കും. സ്കൂൾ വരെ അടച്ചിട്ടു. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കൺസ്ട്രക്ഷൻ നിർത്തുമല്ലോ ഡെഫിനറ്റ്ലി ഗ്രാപ്പ് വന്ന് കഴിയുമ്പോൾ. സോ സുപ്രീം കോർട്ട് ഇമ്മീഡിയറ്റ്ലി യൂസ് ദ ഫണ്ട്സ് കളക്റ്റഡ്. ഈ വെൽഫെയർ ആക്ടിവിറ്റി ഇവരുടെ അവസ്ഥ വളരെ ഡിഫിക്കൽട്ടായി മാറി. കാരണം കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഒക്കെ നിൽക്കേണ്ടി വന്നു. സോ ട്രേഡ് യൂണിയൻകാരൊക്കെ ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട വാർത്ത. ഓക്കെ, സോ അടുത്ത നമുക്കിനി ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ളത് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പ്രധാനപ്പെട്ട എഡിറ്റോറിയലിൻ്റെ വളരെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവാം. ഇതിൽ പ്രധാനപ്പെട്ട സംസാരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ കുറിച്ചാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 2 ഇതാണ്. ഓൾറെഡി ഉള്ള പാകിസ്ഥാനി ഗവൺമെന്റ് 2 ഇതിന്റെ കഥ പറഞ്ഞുതരാം. ജസ്റ്റ് പാകിസ്ഥാനി ഗവൺമെന്റ് ഉണ്ട്. ഇപ്പുറത്ത് യു ക്യാൻ സി ഇപ്പുറത്ത് PTI, ഇപ്പുറത്ത് ഇമ്രാൻ ഖാൻ, നമ്മുടെ പഴയ സ്റ്റാർ ക്രിക്കറ്റർ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ പഴയ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻ ഖാൻ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇമ്രാൻ ഖാൻ ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് ഓൾറെഡി ഒരു മിലിറ്ററി ബാക്ക്ഡ് ഗവൺമെന്റ് ആണ്. പാകിസ്ഥാനിൽ ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു മിലിറ്ററി ബാക്ക്ഡ് ഗവൺമെന്റ് ആണ് ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമ്രാൻ ഖാന്റെ പാർട്ടിയാണ് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ പാകിസ്ഥാനി പാർട്ടിയാണ്. ഇപ്പോൾ ഇമ്രാൻ ഖാനെ ജയിലിൽ നിന്നും റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് PTI വലിയൊരു സമരം തന്നെ നടപ്പിലാക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരാണ് സ്ട്രീറ്റ്സിൽ വന്ന് ഇമ്രാൻ ഖാനെ തുറന്ന് പഴയ പോലെ തിരിച്ച് ജയിൽ മോചിതനാക്കണം എന്ന് വാദിക്കുന്നത്. അത് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ബീൻ സപ്രസ്ഡ്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇസ് സപ്രസിങ് ദിസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ മൊത്തത്തിൽ. ഇനി ഇന്നത്തെ ഇന്റർനാഷണൽ പേജിലും ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അനുവദിക്കണമെന്നും കൂടെ ഇതിനകത്തൊരു കോൺനോട്ടേഷൻ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ടത് ഇതിന് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫെയർ ഷെയർ എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് കോമ്പൻസേഷൻ ഓഫ് ബിഗ് ന്യൂസ് പബ്ലിഷേഴ്സ്, ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് ഇസ് എ മസ്റ്റ്. ഇതിൻ്റെയും ചെറിയ രീതിയിൽ ഞാൻ ഇതിൻ്റെ കഥ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് നമ്മൾ പണ്ട് സമയത്ത് ഒരു ന്യൂസ് എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഓൾറെഡി ന്യൂസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ന്യൂസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പത്രമോ ചാനലോ ഒക്കെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു പത്രത്തിന്. ഡെഫിനറ്റ്ലി അവരുടെ റിപ്പോർട്ടേഴ്സിനെയും ഇവരുടെയൊക്കെ സപ്പോർട്ടോടെ അല്ലേ ഇവർ വാർത്ത കണ്ടെത്തുന്നത്. അങ്ങനെയാണല്ലോ ഒരു വാർത്ത കണ്ടെത്തുന്നത്. ഇവർക്കൊക്കെ എന്തോരം സ്ഥലങ്ങളിലെ ആൾക്കാരെ പ്ലേസ് ഉണ്ടാവും. ജപ്പാനിലും കൊറിയയിലും ഒക്കെ അവരുടെ കറസ്പോണ്ടൻസും ഇവരെ ട്രെയിൻ ചെയ്യിക്കാനുള്ള പൈസ. ന്യൂസ് നടത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ന്യൂസ് എന്ന് പറയുന്നതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അക്യുറസിയാണ്. പത്രം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അവർ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ നോക്കും. വളരെ കൃത്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഒരു സൈഡിൽ. ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് കഥയുടെ അടുത്ത ഭാഗം മനസ്സിലാക്കാം. ദർ ആർ ബിഗ് ടെക് കമ്പനീസ്. ഭയങ്കര ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്താണ് ഈ ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ബിഗ് ടെക് പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോഴത്തെ സൈഡിൽ ഗൂഗിൾ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഗൂഗിൾ, അതേപോലെ മെറ്റ. 1 സെക്കൻഡ്, ഇപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 1 സെക്കൻഡ്. ഗൂഗിൾ ആൻഡ് മെറ്റ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഒരു സൈഡിലുണ്ടെന്ന് വിചാരിച്ചോളൂ. സോ ഇപ്പോഴത്തെ സൈഡിൽ യു ഹാവ് ഗൂഗിൾ ആൻഡ് ഇപ്പോഴത്തെ സൈഡിൽ മെറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ന്യൂസുകാരും പത്രവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാന പ്രശ്നം ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് സംഭവങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇവരുടെ റിപ്പോർട്ടർമാരും ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഇതൊക്കെ ഈ അക്യുറേറ്റ് ആയിട്ടുള്ള വാർത്തയൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഒരു പെർമിഷനും ഇല്ലാതെ ഈ പറയുന്ന ബിഗ് ടെക് കമ്പനീസ്, ബിഗ് ടെക് പ്ലാറ്റ്ഫോം, ഈ ഗൂഗിളും മെറ്റയും മറ്റ് പ്ലാറ്റ്ഫോംസ് എല്ലാം ഈ വാർത്തയെല്ലാം ഇവരുടെ പെർമിഷനൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് മൊത്തം ഇവർ വാർത്ത ഉണ്ടാക്കും. ഈ വാർത്തയൊക്കെ ഇവർ നൈസായിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് ഇവരെടുത്തിട്ട് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് ഇവർ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ ചിലവ് എന്ന് പറയുന്നത് ഇവർ വലിയ പ്ലെയർ ആണ്. ഇവർക്ക് യാതൊരു ചിലവും ഇല്ല. സോ ഇറ്റ്സ് എ ബിഗ് പ്രോഫിറ്റ് ഫോർ ദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം പറയുകയാണ്. അതായത് ഇന്ത്യയിലാണെങ്കിലും മിനിസ്ട്രിയും പ്രസ് ഡേയിലും മിനിസ്റ്റേഴ്സ് എല്ലാവരും പറയുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിലും ഫ്രാൻസിലൊക്കെ ഓൾറെഡി അങ്ങനെ ഒരു നിയമം തന്നെയുണ്ട്. ഓസ്ട്രേലിയയിൽ ഒരു നിയമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ന്യൂസ് മീഡിയ ബാർഗെയിനിങ് കോഡ് എന്നാണ്.
മുഴുവൻ എഴുതുന്നില്ല. ന്യൂസ് മീഡിയ ബാർഗൈനിങ് കോഡ് എന്ന് പറഞ്ഞൊരു നിയമം തന്നെയുണ്ട്. അതായത് ഇവരുടെ ന്യൂസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ വാർത്ത നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും റവന്യൂ ഷെയറും കൂടെ കൊടുക്കണം. അപ്പോഴല്ലേ ഇവർക്കൊരു ഒരു ഇൻസെന്റീവ് ഉള്ളു വർക്ക് ചെയ്യാൻ. ഇവർക്ക് എന്തെങ്കിലും ഇവർ അർഹിക്കുന്ന എന്തെങ്കിലും റവന്യൂ ഷെയർ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് ഇത് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെ കൊടുക്കുമോ എനിക്കറിയില്ല. അത് കൊടുത്തില്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഫ്രാൻസിലൊക്കെ അത് നിയമമാക്കിയിട്ടുണ്ട്. ഇവരുടെ ന്യൂസ് എടുത്താൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും റവന്യൂ ഷെയർ കൊടുക്കണം. അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇവർക്ക് കൊടുക്കണം, ഒരു കോപ്പിറൈറ്റ് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം. ഇതാണ് ഈ ആർട്ടിക്കിൾ ഏറ്റവും കൂടുതൽ ഇവിടെ പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി അടുത്ത പ്രധാനപ്പെട്ടത്, ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു പ്രധാന വാർത്ത തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ടൈം കളയുന്നതിനെക്കാട്ടും വേറൊന്നും, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിന്റെ കഥ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. CAQM വന്നു. ഓൾറെഡി കമ്മീഷൻ ഓൺ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് അറിയാം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ മോശമാണ്, നമുക്കറിയാം. ഡൽഹിയിലത്തെ അവസ്ഥ വളരെ മോശമാണ്. 450+ ആയതുകൊണ്ട് തന്നെ കാറ്റഗറി സിവിയർ പ്ലസിലാണ് കിടക്കുന്നത് ഡൽഹി. സിവിയർ പ്ലസിലാണ് ഡൽഹിയുടെ പൊല്യൂഷൻ. സോ ഒബ്വിയസ്ലി CAQM എന്ത് ചെയ്തു? വാട്ട് ഡിഡ് ദേ ഡു? ദേ ബ്രോട്ട് ഔട്ട് ദ ഗ്രാപ്പ്. വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന 1, 2, 3, 4 പല കാറ്റഗറിയിൽ അവർ ഗ്രാപ്പ് കൊണ്ടുവന്നു. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 450+ വളരെ മോശം സിറ്റുവേഷനിലായതുകൊണ്ട് അവർ ഗ്രാപ്പ് 4 നടപ്പിലാക്കി. അതിന്റെ ഭാഗമായിട്ട് ഫാക്ടറി അടച്ചു, ഇൻഡസ്ട്രീസ് അടച്ചു, ട്രക്ക് ലോറി ഒക്കെ നിർത്തിവെച്ചു. പ്രധാന കാര്യം സ്കൂളുകൾ അടച്ചു. സ്കൂൾ അടച്ചുപൂട്ടി. ഈ സ്കൂൾ അടച്ചുപൂട്ടി ചില സ്കൂളിനെ ഹൈബ്രിഡ് മോഡിലേക്ക് ആക്കി. പൊല്യൂഷൻ ബെറ്റർ ആണെങ്കിൽ സ്കൂൾ തുറക്കും, പൊല്യൂഷൻ ഭയങ്കര മോശമാണെങ്കിൽ സ്കൂൾ അടയ്ക്കും. എല്ലാം ഓൺലൈൻ ക്ലാസ്. ഇവരുടെ പ്രധാന പ്രശ്നം ഈ എഡിറ്റോറിയൽ പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആണ്. ഡൽഹിയിലത്തെ പല സ്കൂൾസിന്റെയും അവസ്ഥ, ഇവർക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും ചെയ്യാൻ അറിയില്ല. ടീച്ചറിന് അറിയില്ല, സ്കൂളിന് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ആൻഡ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് മിഡ് ഡേ മീൽ സ്കീമാണ്. അവിടുത്തെ കുട്ടികൾ പല സ്കൂളിലും മിഡ് ഡേ മീൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. സ്കൂൾ അടച്ച് ഓൺലൈൻ ക്ലാസ് ആയി ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കും ഫുഡില്ലാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ ഇത് പറയുന്നുണ്ട്, ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് അവിടെയുള്ള എട്ട കമ്പനീസിനാണ്. കാരണം സ്കൂളിന് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് ഈ എട്ട കമ്പനീസിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയി ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റ്, സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇവർക്ക് വിൽക്കാൻ. ഇതാണ് ഈ ആർട്ടിക്കിൾ മൊത്തത്തിൽ ഷെയർ ചെയ്യുന്നത്, ഈ എഡിറ്റോറിയൽ മൊത്തത്തിൽ ഷെയർ ചെയ്യുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത്രയേ ഉള്ളൂ. ഇത് എത്ര വായിച്ചാലും നിങ്ങൾക്ക് ഈ കഥ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ കഥ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കർണാടകയിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഗിഗ് വർക്കേഴ്സ്. ഇപ്പൊ ഒരുപാട് കർണാടകയിൽ തന്നെ ഒരുപാട് ഗിഗ് വർക്കേഴ്സ് ഉണ്ട്. ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരത്തിലുള്ള ഇൻഫോർമൽ വർക്കേഴ്സ് ആണ്. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോയിലൊക്കെ സെർവ് ചെയ്യുന്ന നമ്മുടെ ഡെലിവറി പീപ്പിൾ ഉണ്ടല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോയിലൊക്കെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ. ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പലപ്പോഴും ഇതിനെക്കുറിച്ച് വലിയൊരു ചർച്ച നടന്നിരുന്നു. ഗിഗ് വർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ മാത്രമല്ല, ഇതേപോലെ ടെമ്പററി ബേസിസിൽ ഹൈലി ഇൻഫോർമൽ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. ഇവർക്കൊക്കെ എന്ത് ശമ്പളമുള്ളത്? ശമ്പളമുണ്ടോ? എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ഇൻഷുറൻസ്, എന്തെങ്കിലും ഇതിൽ പോകുന്ന സ്പീഡ് കണ്ടിട്ടില്ലേ? സ്പീഡിലൊക്കെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ടോ? പെൻഷൻ പോലെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ? കാരണം അവർ ജോലി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടാനുള്ള എന്തെങ്കിലും. അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം പ്ലാൻ ചെയ്യുന്നുണ്ട്. കർണാടക അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്കീം പ്ലാൻ ചെയ്യുമ്പോൾ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു സെസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഒരു സെസ് കൊണ്ടുവരാം. അതായത് സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഒരു സെസ് കൊണ്ടുവരാം. നമുക്ക് ഈ സെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് നമുക്കൊരു വരുമാനം ഇവർക്ക് വേണ്ടി. ഇതിനകത്തൊന്ന് ഒരു തരം സെസ് എന്താണെന്ന് അറിയാമല്ലോ, സെസ്. സോ യു ഷുഡ് എക്കണോമിക്സിൽ യു ഷുഡ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ്, വാട്ട് ഈസ് എ സെസ്, എന്താണ് സെസ്, എന്താണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. സെസ് എന്താണ്, അപ്പൊ എങ്ങനെയാണ് സെസ് ഇറക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായി ഓർമ്മ വേണം. അപ്പൊ ഇവരുടെ പ്രധാന ചോദ്യം, ഇവരുടെ കിട്ടുന്ന പൈസയിൽ നിന്ന് നമുക്കൊരു തുക സെസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, സെസ് അടിച്ചു കൊടുക്കാം ഇവർക്ക് കിട്ടുന്നതിന്. അപ്പൊ അടുത്ത ചോദ്യം, ഈ സെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ടോട്ടൽ ഗ്രോസ് വാല്യൂ ആഡഡ് ആണോ, ടോട്ടൽ ഗ്രോസ് എമൗണ്ട് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റവന്യൂ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതോ ഇവർക്ക് കൊടുക്കുന്ന സാലറിയിൽ നിന്നാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമല്ല. കമ്പനിയുടെ സെസ് അടിക്കുമ്പോൾ അവരുടെ വരുമാനത്തിൽ അടിക്കണോ, അല്ലെങ്കിൽ ഒരു ടോട്ടൽ വാല്യൂ എടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറി ബേസിലാണോ, അങ്ങനെ ഏത് ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതിനകത്തൊരു പൈസ എടുക്കണമെന്ന് പറയുന്നത്, പക്ഷേ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ്, ഈ സെസ് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു എമൗണ്ട്. ആ എമൗണ്ട് എന്തായിരിക്കണം? ഈ സെസ് എന്ന് പറയപ്പെടുന്ന എമൗണ്ട്, ആ എമൗണ്ട് ഇവർക്ക് ഈ ഗിഗ് വർക്കറിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം എന്ന് മാത്രമല്ല, ഈ കാണുന്ന കമ്പനിക്ക് ഒരു ബേർഡൻ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും കസ്റ്റമേഴ്സിനെ. കമ്പനിക്ക് ഒരു ബേർഡൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് അവർ കൊടുത്താൽ എന്ത് ചെയ്യും?
കമ്പനി ഒന്നും ചെയ്യില്ല. കമ്പനി പ്രൈസ് കൂട്ടും, സർവീസസിന്റെ പ്രൈസ് കൂട്ടും, പ്രൈസ് കൂട്ടി വെക്കും, സർവീസസിന്റെ പ്രൈസ് കൂട്ടി വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? സർവീസസിന്റെ പ്രൈസ് കൂട്ടി വെച്ചാൽ നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഓടുമ്പോൾ നമുക്ക് ഇനിയും ഫുഡിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടാവും. സോ ദേ വിൽ ഷിഫ്റ്റ് ദ ബർഡൻ ടു ദ പീപ്പിൾ. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഓർത്തോളൂ, അങ്ങനെ ഒരു സെക്യൂരിറ്റി സ്കീം എന്നുള്ളത് നല്ലതല്ലേ. കർണാടകയിൽ അങ്ങനെ ഒരു സ്കീം മൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ അടുത്തത് ഒരു കാർസിനോജിക് ഹാർട്ട് ബേൺ ഡ്രഗിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ്. പ്രധാനപ്പെട്ട ഒരു ഇതും കൂടാണ്. അതായത് റെക്കോർഡ് സെറ്റിൽമെന്റ് ആണ് വന്നിരിക്കുന്നത്. സാൻടാക് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇവിടെ പറയുന്നത്. ആസിഡ് റീഫ്ലക്സ് ആണ്. ആസിഡ് റീഫ്ലക്സിനെ ട്രീറ്റ് ചെയ്യുന്ന സാൻടാക് എന്നൊരു സംഭവമുണ്ട്. സോ ഇതിലൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് റാനിറ്റിഡൈൻ. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഈ വേർഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ദി റാനിറ്റിഡിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഈ ഇൻഗ്രീഡിയൻ്റ് പ്രധാന പ്രശ്നം വേറൊന്നുമല്ല. ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ദ ഡ്രഗ് കണ്ടെയ്ൻ, ഈ റാനിറ്റിഡിൻ എന്ന് പറയുന്ന ഈ ഇൻഗ്രീഡിയൻറ്റിനകത്ത് NDMA എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ കാർസിനോജിക് പ്രോഡക്റ്റ് ഉണ്ട്. NDMA ഉണ്ട്. ഇറ്റ്സ് കോൾഡ് നൈട്രോസോഡിമീഥൈലമൈൻ എന്നാണ് പേര്, പറയാൻ പാടാണ്. അപ്പോൾ എന്തായാലും NDMA എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഈ കാണുന്ന സാൻടാക് എന്ന് പറയുന്ന ഇതിനകത്തുനിന്ന്, റാനിറ്റിഡൈൻ എന്ന് പറയുന്ന ഇതിനകത്തുനിന്നും ഓൾറെഡി NDMA എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഡ്രഗ് ഇതിനകത്തുണ്ട്. ഹൈ അമൗണ്ട്സ് ഓഫ് ക്യാൻസർ കോസിംഗ് ആണ് ഈ NDMA ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പറയുന്നൊരു സംഭവം നിങ്ങൾ വിശ്വസിക്കൂലെന്ന് അറിയില്ല. ഈ ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി അമേരിക്കൻ ഫാർമസിയും ഇത് ഇഷ്യൂ വന്നിട്ട് ഇതിന്റെ ഈ റാനിറ്റിഡിൻ എന്ന് പറയുന്ന ഇതിന്റെ ലാബ് ഫൗണ്ട് കണ്ടപ്പോൾ ഇതിനകത്ത് NDMA കോൺട്രിബ്യൂഷൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഓൾമോസ്റ്റ് 30 ലക്ഷമാണ്. 100,000, 10,000 lakh, 10 lakh, 30 ലക്ഷം, 3 മില്യൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3 മില്യൺ നാനോഗ്രാംസ് ആണ് NDMA ഇതിനകത്ത് കാണുന്നത്. 30 ലക്ഷം നാനോഗ്രാം കേട്ടോ. ശരിക്കും US-ന്റെ ലിമിറ്റ് അനുസരിച്ചിട്ട് ശരിക്കും 96 നാനോഗ്രാം മാത്രമേ പാടുള്ളൂ. ജസ്റ്റ് ഇമാജിൻ, 96 നാനോഗ്രാം ആവശ്യമുള്ള ലിമിറ്റ് ഉള്ളതിന് 30 ലക്ഷം നാനോഗ്രാമാണ് ഇതിനകത്ത് എക്സ്ട്രാ കാണുന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെയൊക്കെ അവസ്ഥ, നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ അവസ്ഥ എന്താണെന്നില്ലേ, ഇത് കംപ്ലീറ്റ്ലി നിർത്തലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനും കൂടാണ്. ഇറ്റ്സ് കോൾഡ് IPC. എന്താണ് ഈ IPC എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്. സോ ഇതിനകത്ത് തന്നെ ഓൾറെഡി നമുക്ക് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് IPC എന്ന് പറയുമ്പോൾ IPC, ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു, യു ക്യാൻ സി ഇന്ത്യൻ ഫാർമക്കോപ്പിയ. സോ ഇന്ത്യൻ ഫാർമക്കോപ്പിയ ഇവരാണ്. ഇപ്പൊ ഈ IPC എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന ഇവരാണ് IPC എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ സ്റ്റാൻഡേർഡാണ്, ഇവരുടെ കയ്യിലാണ് എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റാൻഡേർഡിലാണ് മരുന്ന് ഉണ്ടാവേണ്ടത്. സോ ഓർത്തു വെക്കുക, IPC ഏതൊക്കെ സ്റ്റാൻഡേർഡിൽ മരുന്ന് ഉണ്ടാവണം, എത്ര ഇമ്പ്യൂരിറ്റി ലെവൽ ഉണ്ടാവണം, ഇമ്പ്യൂരിറ്റി ലെവൽ എത്രയായിരിക്കണം, ഇതിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് പ്രോട്ടോകോൾ എല്ലാം തീരുമാനിക്കുന്നത് IPC ആണ്, ഇന്ത്യൻ ഫാർമക്കോപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും വലിയൊരു ഡ്രഗ് ഇങ്ങനെ പോയിട്ടും ആരും എന്താ അന്വേഷിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. IPC എന്താണ് ആക്ഷൻ ഒന്നും എടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇതിനനുസരിച്ചിട്ട് ഓൾറെഡി ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. ഇതിന്റെ പ്രൊഹിബിഷൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് അനുസരിച്ചിട്ട് ഇത് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും രസം ഇപ്പോഴും ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്ര നാളെ ഇത്രയും ഇതായിട്ടും എന്തുകൊണ്ട് ഇത് ബാൻ ചെയ്യുന്നില്ല എന്നാണ് ചോദ്യം. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഇന്നത്തെ വാർത്തയിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് വാർത്തകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡെപ്തിൽ പോകുന്നത്. പിന്നെ അടുത്ത എക്കണോമിക്സിന്റെ റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാം. ടാക്സ് കട്ട്സ് മേ ഹാവ് സേവ് 3 lakh crore ഫോർ ഇന്ത്യൻ കോർപ്പറേറ്റ്സ്. വേറെ ഒന്നുമല്ല, കോർപ്പറേറ്റ് ടാക്സ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതായത് കമ്പനികൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന് കൊടുക്കുന്ന ടാക്സ്. നമ്മൾ ഒരു കമ്പനിയാണ്, നമുക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ട്, 400 കോടി ടേൺ ഓവർ ഉണ്ട്, അല്ലെങ്കിൽ അത് താഴേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ശതമാനം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. നമ്മുടെ ഏർണിങ്സിന് നമ്മൾ ഗവൺമെന്റിന് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. കുറെ ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് ഈ കോർപ്പറേറ്റ് ടാക്സ് താഴ്ത്തി വെച്ചു. ദേ ഹാവ് ലോവർഡ് ഇറ്റ്, വളരെ കുറച്ച് വെച്ചെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ടാക്സ് കുറക്കുമ്പോൾ ഡെഫിനറ്റ്ലി കോർപ്പറേറ്റുകാർക്ക് കുറെ പൈസ മണി സേവ് ചെയ്യാം. അങ്ങനെ മണി ഇവർക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ടാക്സ് കൊടുക്കേണ്ട കുറെ മണി ഇവർക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിത് റീഇൻവെസ്റ്റ് ചെയ്യും. ഇവരിത് റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർ പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാവും, പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ പൈസ എക്കോണമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ജോബ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് എക്കോണമി കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം ഇങ്ങനെ ടാക്സ് താത്തിയോണ്ട് തന്നെ കമ്പനികൾക്കുണ്ടായ ലാഭം സിൻസ് 2019 തൊട്ട് നോക്കുകയാണെങ്കിൽ
3 ലക്ഷം കോടി രൂപയാണ് കമ്പനിക്ക് ലാഭം, കമ്പനികൾക്ക് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചുകൊണ്ടുള്ള ദേ ഹാവ് കട്ട്സ് കാരണം നമുക്ക് വന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളതും കൂടെ യു ഹാവ് ടു ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഓക്കെ, എന്തായാലും ബെനിഫിറ്റ് വന്നിട്ടുണ്ടെന്ന് ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട നാഷണൽ വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്ത്യ ഇത് ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രായേൽ ഹെസ്ബുള്ള സീസ് ഫയർ നടന്നതിന് ശേഷം ഡെഫിനറ്റ്ലി ഇന്ത്യ ഒരു നല്ല പോസിറ്റീവായിട്ട് ഇതിനെ കാണുന്നത്. സോ ദിസ് ഇസ് എ ഡി എസ്കലേഷൻ. ചൈനയും ഇന്ത്യയും ഡി എസ്കലേറ്റ് ചെയ്ത പോലെ തന്നെ ഡിസ്എൻഗേജ് ചെയ്ത പോലെ തന്നെ പ്രശ്നം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. സോ ദിസ് ഓൾസോ ബ്രിങ്സ് us another important aspect. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, എന്താണ് യൂണിഫിൽ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാസമൊക്കെ അതിന് മുന്നത്തെ മാസമൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കും കൂടാണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂണിഫിൽ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനൻ. ഇന്ത്യയും ഒരുപാട് നല്ല ഒരു കോൺട്രിബ്യൂട്ടർ ആണ്. സോ ലെബനനിൽ ഓൾറെഡി ഇസ്രായേൽ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇതിനകത്തില്ല. വാട്ട് ഈസ് ദ ബ്ലൂ ലൈൻ? ഇസ്രായേൽ ലെബനൻ ഫൈറ്റ് വന്നതിന് ശേഷം ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമായിരുന്നു. അപ്പൊ പിന്മാറുന്ന ആ ഒരു സംഭവം, അതിനാണ് ബ്ലൂ ലൈൻ. ആ ഒരു ബോർഡർ ഏരിയയിൽ ഒരു ബ്ലൂ ലൈനൊക്കെ ഉണ്ട്. സോ അതിനെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നൊരു ഫോഴ്സ് ആണ് യൂണിഫിൽ. അപ്പൊ ഇസ്രായേൽ പിൻവാങ്ങിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ രണ്ടാമതാണ്. യൂണിഫിൽ ഇപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പരീക്ഷയ്ക്ക് ചോദിക്കാം, യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനൻ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സോ അതൊന്ന് ഓർത്തു വെക്കണം. പിന്നെ NIA സീക്സ് ചേഞ്ചസ് ഇൻ പവർ ഓഫ് സ്പെഷ്യൽ കോർട്സ് ഇൻ റഷീദ് കേസ്. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ലോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടത്. ഓൾറെഡി റാഷിദ് എന്ന് പറയുന്ന ഒരു ബാരാമുള്ളയിലെ MP ആണ്, ഷെയ്ഖ് അബ്ദുൾ റഷീദ് എന്ന് പറയുന്നത്. അബ്ദുൾ റഷീദ്, ഓൾസോ കോൾഡ് ആസ് എഞ്ചിനീയർ റഷീദ്, ഇസ് വൺ ഓഫ് ദി അക്യൂസ്ഡ്. ഇദ്ദേഹം ഓൾറെഡി ഒരു MP ആണ്. അതാണ് ഇവിടുത്തെ പ്രധാന കാര്യം. NIA അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ഹീസ് ബീൻ അറസ്റ്റഡ് ഓൺ ദ ചാർജസ് ഓഫ് ടെറർ ഫണ്ടിങ്. അദ്ദേഹം ടെറർ ഫണ്ടിങ്ങിൽ ഇൻവോൾവ് ആണ് എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് NIA അയാളെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇയാളെ ഇനി അടുത്ത കോടതിയിൽ ഹാജരാക്കണം എന്നാണ്. ഇനിയിപ്പോൾ ഇയാൾക്കെതിരെ ഓൾറെഡി UAPA ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടും UAPA ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദ്യം, റാഷിദ് ഖാൻ ഇത്രയൊക്കെ ചാർജ് ചെയ്തു, നമ്മൾ UAPA ചാർജ് ചെയ്തു, NIA ആണ് ചാർജ് ചെയ്തത്. ഇനി അടുത്തത് NIA-യുടെ തന്നെ NIA കോടതിയുണ്ട്, ഫാസ്റ്റ് ട്രാക്ക് കോർട്ടാണ്. NIA കോടതി തന്നെ ഇവരെ ട്രൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രധാന പ്രശ്നം അവിടെയാണ് പ്രശ്നം. ഇദ്ദേഹം ഒരു MP ആയതുകൊണ്ട് MP MLA മാർക്ക് ഇന്ത്യയിൽ സ്പെഷ്യൽ കോർട്സ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് അറിയായിരുന്നു നിങ്ങൾക്ക്? MP MLA മാർക്ക് സ്പെഷ്യൽ കോർട്സ് ഉണ്ട്. അപ്പോൾ ഇയാൾ MP ആയതുകൊണ്ട് അവിടെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ NIA പറഞ്ഞു ഞങ്ങൾ വിട്ടുതരില്ല. അങ്ങനെ വന്നപ്പോൾ NIA ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, NIA ഡൽഹി ഹൈക്കോർട്ടിനെ സമീപിച്ചിട്ട് പറയാണ്, ഡൽഹി ഹൈക്കോർട്ടിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് MP MLA-യുടെ കോടതിയുടെ പവർ NIA-ക്ക് തരണം, ഈ കേസിൽ തരണം. കാരണം ഇയാളെ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇവിടെ തന്നെ NIA തന്നെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ MP MLA മാർക്കൊക്കെ സെപ്പറേറ്റ് കോടതി ഉണ്ടെന്ന് വെച്ചാൽ സാധാ കോടതിയിൽ പോയാൽ ഇങ്ങനെ ട്രയൽ നീണ്ട് കിടക്കും, വിധി വരില്ല. അപ്പോൾ MP MLA മാരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണെങ്കിൽ ഒരു സ്പെഷ്യൽ കോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമുക്ക് വിധി കൊണ്ടുവരാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് കോടതി ഉണ്ട് എന്നുള്ളതാണ് ഈ കേസ് നമ്മളെ പറയുന്നത്. പിന്നെ മണിപ്പൂർ CM says condition for return of Kuki people. ഓൾറെഡി നമ്മൾ ഇന്നത്തെ വാർത്തയിൽ പഠിച്ചതാണ്. അവിടുത്തെ KAAC എന്ന് പറയുന്നത്, കർബി ആംഗ്ലോങ് ഓട്ടോണോമസ് കൗൺസിൽ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ നോക്കിയതാണ് KAAC, കർബി ആംഗ്ലോങ് ഓട്ടോണോമസ് കൗൺസിൽ. അപ്പോൾ ഈ അസാമിലെ ഈ KAC എന്ന് പറയുന്നത്, കർബി ആംഗ്ലോങ്ങിലെ KAC ഓൾറെഡി കുക്കി പീപ്പിൾ, ഈ മണിപ്പൂരിൽ നിന്നുള്ള കുക്കി പീപ്പിളിനെ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഇനി ഇവിടെ അഭയമൊന്നുമില്ല, ഇവിടെ ആർക്കും മൈഗ്രന്റ് എവിടെ സ്ഥലമൊന്നും ഇല്ല, നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചുവിട്ട ആൾക്കാരെ മണിപ്പൂർ ഗവൺമെന്റ് വളരെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത്. സോ ദ ജെന്യൂൻ പീപ്പിൾ ഹു കെയിം ഇൻ ബിഫോർ 1961, why should we welcome them? 1960 ബേസ് ഇയർ ഫോർ NRC and anyone falling with the parameters is our citizen എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കർബി ആംഗ്ലോങ് ഓട്ടോണമസ് കൗൺസിൽ? ഇതറിയാം, ഇങ്ങനത്തെ സംഭവം വന്നത് 6th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കാരണമാണ്. ട്രൈബൽ സ്റ്റേറ്റ്സിന് കുറച്ചും കൂടെ പവർ കിട്ടാൻ വേണ്ടിയാണ് ഈ 6th, അതുകൊണ്ടാണ് ലഡാക്കും 6th ഷെഡ്യൂൾ ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർത്ത നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലായിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഓരോ നേരത്ത് നോക്കി പോകാം. കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇനി അടുത്ത സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, ബെയിലും ഒബ്ലിഗേഷൻ ഓഫ് അക്യൂസ്ഡ് ടൈംലി ട്രയൽ. വേറെ ഒന്നുമല്ല, ദിസ് ഇസ് നത്തിങ് എൽസ്. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഓൾറെഡി PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, PMLA ആണെങ്കിലും UAPA ആണെങ്കിലും അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണെങ്കിലും ഇതിനകത്ത് നമ്മളെ ഇതിനകത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. നമ്മൾ അറസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മളെ തേടി വരുന്നത് അടുത്തത് ട്രയലാണ്. നമ്മുടെ കേസ് നടക്കണം, ട്രയൽ നടക്കും. ഇതിൻ്റെ ഇടയിൽ ബെയിൽ എന്ന് പറയുന്നത്, ജാമ്യം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇങ്ങനത്തെ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് UAPN ചാർജ് ചെയ്താൽ, അറസ്റ്റ് ചെയ്താൽ, ഇവിടെ പ്രധാന പ്രശ്നം ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവിടെ അറസ്റ്റിൽ നിന്ന് ഇവരെല്ലാം ജയിലിൽ കിടക്കുക. ഇപ്പോഴും ഇവർക്ക് ട്രയൽ കിട്ടുന്നില്ല. ഈ ട്രയൽ ഇവർക്ക് കിട്ടുന്നില്ല. അത് ശരിക്കും ഒരു കഷ്ടമല്ല. എല്ലാവരും ഇവർ കുറ്റവാളിയാണോ ഇല്ലേ എന്നുള്ള ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് ഇവരെല്ലാം എവറിബഡീസ് ജസ്റ്റ് ഇന്നസെന്റ് അൺടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. നിങ്ങൾ വെറും കുറ്റാരോപിതൻ മാത്രമാണ്, നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കും വരെ. അപ്പൊ ഇങ്ങനെ ജയിലിൽ അറസ്റ്റ് ചെയ്തിടുമ്പോൾ ഇവരുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുകയല്ലേ, ജാമ്യം ഒട്ട് കൊടുക്കുന്നുമില്ല. അപ്പൊ കോടതി പറയുന്നുണ്ട് നമുക്കൊരു ബാലൻസ് കൊണ്ടുവരണം. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ ഒന്ന് ട്രയൽ ഫാസ്റ്റ് ആക്കണം, എത്രയും പെട്ടെന്ന് ട്രയൽ ഫാസ്റ്റ് ആക്കണം. അല്ലാതെ ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ ഇവർക്ക് ഇവരെന്തായാലും കാത്തിരിക്കുകയാണ് വിധി. ഇവർക്ക് ബെയിൽ കൊടുത്തവർ വീട്ടിൽ ഇരുന്ന് കാത്തിരിക്കട്ടെ എന്നല്ലേ. ഒന്ന് ജയിലിലെ ആൾക്കാരുടെ തിരക്കും കുറയും. മേക്ക് ഷുവർ ചെയ്യണം. ഇവർ ജയിലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർ വരാൻ പോകുന്ന നിയമ നടപടിയും കോടതിയുടെ നടപടികൾക്കെല്ലാം ഇവർ നന്നായിട്ട് സഹകരിക്കും എന്നുള്ള ഒരു സത്യവാങ്മൂലമൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം നമ്മളിവിടെ പറഞ്ഞു വിടാൻ. അപ്പൊ ശരിക്കും നല്ലൊരു മൂവ് അല്ലേ, കോടതിയും ജാമ്യവും ഒക്കെ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് ഇതിന്റെ കഥ. ഞാൻ എല്ലാത്തിന്റെയും സ്റ്റോറി മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ആ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, എത്ര പേർക്ക് അറിയായിരുന്നു പ്രസിഡന്റ്സ് കളർ എന്ന് പറയുന്ന ഒരു അവാർഡ് പോലത്തെ സംഭവം ഉണ്ട്. ഇത് ഓരോ ബറ്റാലിയൻ ഇന്ത്യയിലെ ആർമിക്ക് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി ഗിവൻ ടു ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. അവരുടെ നല്ല കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വാർ ടൈമിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതേപോലെ പീസ് ടൈമിലും അവരുടെ കോൺട്രിബ്യൂഷന് പ്രസിഡന്റ്സ് കളർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്ക് ചക്ര, അശോക ചക്ര, കീർത്തി ചക്ര എന്ന് കൊടുക്കുന്ന പോലെ ഒരു ബറ്റാലിയന് കിട്ടുന്ന ഒരു സംഭവമാണ് പ്രസിഡന്റ്സ് കളർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. പല ആൾക്കാർക്കും ഇപ്പോൾ ഓൾറെഡി കിട്ടിയിരിക്കുന്നത് മെക്കനൈസ്ഡ് ഇൻഫൻട്രി റെജിമെന്റിനാണ്, ബറ്റാലിയൻസ് ഓഫ് ബ്രിഗേഡിനൊക്കെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്കത് ആർക്ക് കിട്ടിയെന്നുള്ളത് പരീക്ഷേനെക്കാട്ടും കൂടുതൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, യു ക്യാൻ സീ President's color is one of the highest honors awarded to military unit in the army. Military colors, while now largely symbolic. ഇതാണ് ഇതിന്റെ പ്രധാനം. ഇപ്പോൾ ആർമിക്ക് വൺ ഓഫ് ദ ഹയസ്റ്റ് ഓണേഴ്സ് അവാർഡ് ടു എ പേഴ്സൺ അല്ല, വ്യക്തിയല്ല, ടു എ യൂണിറ്റ്. ഒരു യൂണിറ്റിന് കൊടുക്കാവുന്നതാണ് പ്രസിഡന്റ്സ് കളർ. അത് ഇന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇത് ആർക്കൊക്കെ കിട്ടാന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. സോ ഇതിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫ്ലാഗ് ആണ്. ഈ പ്രസിഡന്റ്സ് കളർ ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ്സ് കളർ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ് ആണ്. അതിനകത്ത് ഓൾറെഡി ഒരു നിഷാൻ എന്ന് പറഞ്ഞൊരു സംഭവം, വി ഹാവ് എ സിമ്പിൾ, ഇറ്റ്സ് കോൾഡ് എ നിഷാൻ. ഇതൊക്കെയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആർമി, എയർഫോഴ്സ്, നേവിക്കൊക്കെ കിട്ടാം. ആൻഡ് ഈവൻ ഇറ്റ് ക്യാൻ ബി ഗിവൺ ടു സ്പെഷ്യൽ ഓഫീസേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി. സ്പെഷ്യൽ ഫോഴ്സസ് ഓഫ് സ്റ്റേറ്റിന്റെ യൂണിയൻ ടെറിട്ടറിയുടെ സ്പെഷ്യൽ ഫോഴ്സസിന് വേണമെങ്കിലും ഈ പ്രസിഡന്റ്സ് കളർ കിട്ടാം. അപ്പൊ ആർമിക്ക് മാത്രമല്ല. അപ്പൊ അതും ഒന്ന് ഓർത്ത് വെക്കുക. പ്രസിഡന്റ്സ് കളർ ചിലപ്പോൾ അറിയില്ലെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്, പ്രസിഡന്റ്സ് കളർ എന്താണെന്നല്ലേ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ആർമി റിസീവ്സ് ലോജിസ്റ്റിക്കൽ ഡ്രോൺ ഫോർ യൂസ്ഡ് ഇൻ ഈസ്റ്റേൺ സെക്ടർ. നമുക്ക് പ്രധാനമായിട്ടും അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഈസ്റ്റേൺ സെക്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ പ്ലീസ് റിമെമ്പർ, ദിസ് ഇസ് നത്തിങ് എൽസ് ബട്ട് ഇറ്റ്സ് കോൾഡ് സബൽ 20 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രോൺ. ഒരു തരത്തിലുള്ള ഡ്രോൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡ്രോൺ. ഇത് ഈസ്റ്റേൺ സെക്ടറിലേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് മേജർ അഡ്വാൻസ്മെന്റ് ഇൻ സ്റ്റെൽത്ത് ടെക്നോളജി ലോഞ്ചിങ്. ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, IIT കാൺപൂറും കൂടെ ഇത് സബൽ 20 കൊണ്ടുവന്ന പോലെ തന്നെ IIT കാൺപൂർ പുതിയൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് അനലക്ഷ്യ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇറ്റ്സ് കോൾഡ് അനലക്ഷ്യ എന്നാണ് ഇത് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റെൽത്ത് ടെക്നോളജി. അനലക്ഷ്യ MCMS എന്നാണ് ഇതിന്റെ പേര്. അനലക്ഷ്യ MSCS എന്നാണ് ഇതിന്റെ പേര്. മെറ്റാ മെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര്. ഇതിലെടുത്തു പറയുന്നുണ്ട് ഇത് സ്റ്റെൽത്ത് ടെക്നോളജി ആണെന്നല്ലേ. എന്താണ് ഈ സ്റ്റെൽത്ത് ടെക്നോളജി? സ്റ്റെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ എയർക്രാഫ്റ്റ്സും നമ്മുടെ പ്ലെയിനും നമ്മുടെ മിസൈൽസും നമ്മുടെ എയർക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ വി ഷുഡ് മെയിൻറ്റെയിൻ ദാറ്റ് ഇൻവിസിബിലിറ്റി ക്ലോക്ക്. അതാണ് ക്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അദൃശ്യനാവാൻ വേണ്ടി നമ്മളൊരു ഡ്രസ്സ് ഇടുക, അത് ക്ലോക്ക് എന്ന് പറയുന്നത്. ഹാരി പോട്ടറിലൊക്കെ ദേ വിയർ എ ക്ലോക്ക്. അപ്പൊ ഈ ക്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ സ്റ്റെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യത്തിന്റെ റഡാറിൽ നമ്മൾ പെടാൻ പാടില്ല. അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ നല്ലതല്ല. അവരുടെ റഡാറിൽ നമ്മുടെ മൂവ്മെന്റ് കാണില്ല. അപ്പൊ ആ റഡാർ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ്, എനിമി മൂവ്മെന്റ് നമുക്ക് റഡാറിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്റ്റെൽത്ത് ടെക്നോളജിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് അനലക്ഷ്യ MSCS എന്ന് പറയുന്നത്. ഇതും ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സബൽ 20 ഇതെല്ലാം ഡ്രോൺസ് ആണ്. ഇതും ഒരു ഡ്രോൺ ആണ്.
സോ ഇത് വേരിയസ് ഡിമാൻഡ് പറയുന്നുണ്ട്. ലോങ് റേഞ്ച് ഡെലിവറി പറയുന്നുണ്ട്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷൻസ് ഈസ്റ്റേൺ, പ്രിസിഷൻ ടാർഗറ്റ്, VTOL. വാട്ട് ഈസ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ്? വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്ലെയിൻ സാധാരണ നിങ്ങൾ ഇങ്ങനെ ലാൻഡ് ചെയ്ത് വരികയല്ല ചെയ്യാം. പ്ലെയിൻ്റെ സംഭവം എന്ന് പറയുന്നത് റൺവേ കൂടെ ഇങ്ങനെയല്ല എൻ്റെ സ്ട്രിപ്പ് വരുന്നത്. അതായത് ഇങ്ങനെ സ്പീഡിൽ വന്ന് ഇറ്റ് ആക്ച്വലി ഡെസെൻസ് ലൈക്ക് ദിസ്. ഇവിടെ വന്ന് ട്രാക്കിലൂടെ വന്ന് ലാൻഡ് ചെയ്ത് പതുക്കെയാണ് പിന്നീടാണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. തിരിച്ചും ടേക്ക് ഓഫ് അതേപോലെ തന്നെ അല്ല, ഇത്രയും ദൂരം സ്പീഡിൽ വന്നിട്ട് ദേ സ്ലോലി ടേക്ക് ഓഫ്. ഇതാണ് അതിൻ്റെ ഒരു പ്രൊജക്ടൈൽ. പക്ഷെ പല സ്ഥലത്തും ലാൻഡിംഗ് സ്ട്രിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഹെലികോപ്റ്റർ പോകുന്ന പോലെ ഇതാണ് ലാൻഡിംഗ് സ്പേസ് എങ്കിൽ ഇവിടുന്ന് തന്നെ വന്ന് ഇവിടുന്ന് തന്നെ പറന്ന് ഇവിടുന്ന് തന്നെ ലാൻഡ് ചെയ്ത് വെർട്ടിക്കലി ഇങ്ങനെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ പ്ലെയിൻ പോകുന്ന പോലെ പറ്റില്ല. ദാറ്റ്സ് കോൾഡ് വെർട്ടിക്കലി ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ്, VTOL. അപ്പോൾ ഇതൊക്കെ സഹായിക്കുന്നതാണ് ഈ പറയുന്ന സബൽ എന്ന് പറയുന്നത്. ഇതെല്ലാം എല്ലാ ഫെസിലിറ്റീസ് ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെയും കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സാർ ഇമേജിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് വേവ് അബ്സോർപ്ഷൻ, അതേപോലെ സാർ ഇമേജിംഗ്, അതേപോലെ കുറേ റഡാർ ഗൈഡൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ പ്ലീസ് കൈൻഡ് റിമെമ്പർ ഇതെല്ലാം. സബൽ ആൻഡ് അനലക്ഷ്യ MSCS എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. പാർലമെന്റ് പിന്നെയും അഡ്ജേൺ ചെയ്തെന്ന് പറയുന്നുണ്ട്. വഖഫ് ബില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അദാനിയുടെ വാർത്തകൾ, അദാനിനെ അറസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. മൊത്തം പൊളിറ്റിക്കൽ വാർത്തകളാണ്. സോ മൂവിങ് ഓൺ ടു ദി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ്. 790 എലിഫൻസ് പാസ്റ്റ് ഡെക്കേഡിൽ മരിച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചെരിഞ്ഞു. 790 ആനകൾ മരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് എന്ത് വലിയ ലോസ് ആണ്. ലാസ്റ്റ് 10 വർഷത്തിൽ ഏതാണ്ട് 1000-ഓളം ആനകൾ ഡെഡായി എന്ന് പറയുന്നത് എലിഫന്റ്. അപ്പം നമ്മൾ എവിടെയൊക്കെയോ എലിഫന്റിനെ കൺസർവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എലിഫന്റ് കൺസർവേഷൻ ഇസ് വീക്ക്. സം ഓർ ദി അതർ വേ ഇറ്റ് ഈസ് ആക്ച്വലി എ വീക്ക് പ്രപ്പോസൽ. എവിടെയൊക്കെയോ ഇത് വീക്കാണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ഇതിനകത്ത് പലതും ഇലക്ട്രിക്യൂട്ടഡ് ആണ്, ഇലക്ട്രിക് ലൈൻസ് ഉണ്ട്. അപ്പം എലിഫന്റ് കൺസർവേഷൻ്റെ എന്തൊക്കെ മെഷീനറി ഉണ്ടോ നമ്മൾ അതിനൊക്കെ നമ്മൾ പ്രിലിംസിൽ നോക്കി വെക്കണം. പ്രോജക്റ്റ് എലിഫന്റ് ഉണ്ടോ, ഇപ്പം പുതിയതായിട്ട് എലിഫന്റ് കൺസർവേഷൻ എന്തൊക്കെ മെഷേഴ്സ് ആണുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. 2 ചീറ്റ കബുകൾ കൂണോ. അപ്പോൾ ഇവിടെയും അടുത്ത ചോദ്യം സിവിൽ സർവീസിന് ഓർത്ത് വെക്കണം. എവിടെയാണ് കൂണോ നാഷണൽ പാർക്ക്? വേറെ മധ്യപ്രദേശിലെ കൂണോ നാഷണൽ പാർക്ക് എവിടെയാണ്? ചീറ്റ റീഇൻട്രൊഡക്ഷൻ ചെയ്തിരുന്നല്ലോ, ചീറ്റ ഇവിടെ കൊണ്ടുവന്നല്ലോ. 2 cubs born to African cheetah found dead. അപ്പോൾ അടുത്തത് ഇപ്രാവശ്യം ഈ കൂണോ ചീറ്റ എന്ന ചോദ്യം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യത്തെ 2024 കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ആനിമൽ ചീറ്റയാണ്. പ്രിലിംസിൽ ചോദ്യം ചോദിച്ചില്ലേ, ക്യാൻ ചീറ്റ റോർ? ചീറ്റയ്ക്ക് ലയൺസ് ക്യാൻ റോർ, ചീറ്റയ്ക്ക് റോർ ചെയ്യാൻ പറ്റുമോ? ചീറ്റ റോർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. ചീറ്റാസ് ക്യാൻ റോർ, ട്രൂ ഓർ ഫാൾസ്? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ആനിമൽ ഓർത്ത് വെക്കുക. അപ്പോൾ എലിഫന്റ് അടുത്ത പ്രാവശ്യം മുമ്പ് കഴിഞ്ഞ 2 വർഷം മുന്നേ എലിഫന്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എന്നാലും നമ്മൾ എലിഫന്റിനെ കുറിച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഒരു എയർ ഇന്ത്യ പൈലറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആൻഡ് അതേപോലെ വൈഷ്ണവ് ഫേവേഴ്സ്, ഇനി അടുത്ത് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ ഇവിടെ ഷെയർ ചെയ്യാണ്. വേറൊന്നുമല്ല, അതായത് പ്രധാന നിയമങ്ങൾ വരണമെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിലും പ്രധാന വാർത്ത ഇതാണ്. സോഷ്യൽ മീഡിയ ആൻഡ് OTT ഇവരെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കി നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സൈഡിൽ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ ന്യൂസ് ഉണ്ട്, ന്യൂസ് ചാനൽസോ ന്യൂസ് പേപ്പറോ ഒക്കെ ഉണ്ട്. ഈ ന്യൂസ് പേപ്പറിൻ്റെയും ഇതിൻ്റെയൊക്കെ സക്സസ് എന്താണെന്ന് മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഹസ് ഗോട്ട് ആൻ എഡിറ്റോറിയൽ ടീം. അത് എഡിറ്റോറിയൽ, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ആൻ എഡിറ്റോറിയൽ ഓവർസൈറ്റ്. ഈ വാക്കൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതി വെക്കാവുന്നതാണ്. ഈ എഡിറ്റോറിയൽ ഓവർസൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം, പത്രത്തിൽ തോന്നിയ പോലെ വാർത്ത പബ്ലിഷ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഒരു വാർത്ത പബ്ലിഷ് ചെയ്യണമെങ്കിൽ എഡിറ്ററിൻ്റെ ഇതൊക്കെ എഡിറ്റർമാരൊക്കെ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞാൽ ഇത് ഇറക്കുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വാർത്ത ഇറക്കാൻ ആരുടെയും സഹായമില്ല. എന്ത് കള്ള വാർത്തയാണെങ്കിലും ഫേക്ക് വാർത്തയാണെങ്കിലും ആർക്കും പബ്ലിഷ് ചെയ്യാം, ആരും ചോദിക്കാനില്ല. സോ ദർ ഇസ് നോ എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഇൻ സോഷ്യൽ മീഡിയ. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും തീരുമാനിക്കാൻ ആരുമില്ല, ആർക്കും എന്തും പ്രചരിപ്പിക്കാം. സോ അവിടെയാണ് മിസ്ഇൻഫർമേഷനും ഫേക്ക് ന്യൂസിൻ്റെയും പ്രധാനം. OTT ആണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ എന്തും കാണിക്കാം എന്നൊരു അവസ്ഥയായി. അപ്പോൾ അതൊക്കെ വയലൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനൊന്നൊരു സിസ്റ്റം ഇല്ല. നിയമം കുറച്ചും കൂടെ ടൈറ്റ് ആക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിൻ്റെ പ്രധാനപ്പെട്ട കഥ. ഇത്രയേ ഉള്ളൂ. ഇതും ഒരു വളരെ GS പേപ്പർ കേസ് സ്റ്റഡിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി കാണേണ്ട ഒരാളാണ്. ജസ്റ്റ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഒരു ദളിത് മാനിനെ വെള്ളത്തിൻ്റെ ഒരു ബോർവെലിൻ്റെ കേസ്, ഒരു ബോർവെൽ കേസിൽ ഡിസ്പ്യൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർവെൽ കേസിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ നമുക്കറിയാലോ വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഖാപ്പ് പഞ്ചായത്ത് പോലത്തെ, നോട്ട് എക്സാക്ട്ലി ഖാപ്പ് ബട്ട് വെരി സിമിലർ ടു ദാറ്റ്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് വില്ലേജ് ഹെഡും പഞ്ചായത്ത് സർപഞ്ചും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ദളിത് ആളെ വടി വെച്ച് അവർ തല്ലി കൊന്നു എന്നാണ് പറയുന്നത്.
സോ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ 2024. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നമ്മുടെ കേരളത്തിൽ നടക്കില്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും കാസ്റ്റ് സ്റ്റിഗ്മ ഇസ് എ ഗ്രേറ്റ്, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. അങ്ങനെ പോലീസ് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ FIR ഒക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാരെ. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. SC/ST അട്രോസിറ്റീസ് ആക്ട് 1989 ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ 4 ലക്ഷം രൂപ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞു. ഒരാളെ കൊന്നിട്ട് പിന്നെ നഷ്ടപരിഹാരം കൊടുത്തിട്ട് കാര്യമുണ്ട്. സോ ഇത് ഇപ്പോഴും ഇത്തരം വാർത്തകൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാർത്ത. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട ഇതിന്റെ കഥ എന്ന് പറയുന്നത്, പുതിയ പാമ്പൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഓൾറെഡി ഒരു പാമ്പൻ ബ്രിഡ്ജ് മധുരൈ ഡിവിഷന്റെ കീഴിൽ ബിറ്റ്വീൻ മണ്ഡപം ആൻഡ് പാമ്പൻ ഹോൾ സ്റ്റേഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ പ്രധാന ഇതിനകത്ത് പറയുന്ന ഒരുപാട് സേഫ്റ്റി ഇഷ്യൂ ഭയങ്കരമാണെന്നാണ് പറയുന്നത്. ഈ പുതിയ പാമ്പൻ ബ്രിഡ്ജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ RDSO എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. പ്ലീസ് റിമെമ്പർ ദർ ഇസ് സംതിങ് കോൾഡ് RDSO, റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. ഇത് മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ ആണ്. DRDO എന്നൊക്കെ പറയുന്ന പോലെ RDSO എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇവർ ഈ പുതിയ പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു പുതിയ പാലം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പഴയ പാലം ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പാലത്തിന്റെ കൺസ്ട്രക്ഷനിലാണെങ്കിലും ഇതിന്റെ വയറിങ്ങിലും വെൽഡിങ്ങിലും ഒരുപാട് കാര്യങ്ങളിലെല്ലാം അപാകതകളാണ്. കംപ്ലീറ്റ് പ്രശ്നമാണെന്നാണ് ഈ പാലം പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ടും RDSOന്റെ ഇവാലുവേഷൻ സാധാരണ നടത്തേണ്ടതാണ്. ഈ റെയിൽവേ ലൈനിൽ RDSOന്റെ ഇവാലുവേഷൻ നടത്തിയതുമില്ല. സോ ദർ ഇസ് സംതിങ് റോങ്, സംതിങ് വെരി ഇതിൽ പറയുന്നതാണ് ദർ ഇസ് സംതിങ് അൺയൂഷ്വൽ. അതാണ് ലാപ്സസ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടെ പോകുന്ന ട്രെയിന് ഒരു മിനിമം km/h 60-75 km/h പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വളരെ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, രാമേശ്വരത്തിലൂടെ പോകുന്ന ട്രെയിൻ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മിനിമം ഒരു ഡിസ്റ്റൻസ് സ്പീഡ് കീപ്പിംഗ്. അങ്ങനെ എന്തുകൊണ്ട് ഇത്രയും വീഴ്ചകൾ വന്നിട്ടും ഇത് ചെക്ക് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത് റെയിൽവേസിന്റെ. ആൻഡ് പിന്നെ അടുത്തത്, ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ ഇൻഡിജിനസ് ഹൈസ്പീഡ് ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ജാപ്പനീസ് ട്രെയിൻ പോലെ തന്നെ നമ്മുടെ ഇൻഡിജിനസ് ഹൈസ്പീഡ് റെയിൽ, ഷിൻകാൻസൻ കേട്ടിട്ടുണ്ട്, ബുള്ളറ്റ് ട്രെയിൻ പോലെ. ജപ്പാന്റെ ഷിൻകാൻസൻ എന്ന് പറയുന്ന പോലെ ജാപ്പനീസ് ടെക്നോളജിയാണ്. ഇവിടെ ഇത് ഇങ്ങനത്തെ നമ്മുടെ ഹൈസ്പീഡ് ട്രെയിൻ പ്രൊജക്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഹൈസ്പീഡ് ട്രെയിൻ പ്രൊജക്ട് ഇത് ആക്ച്വലി ഇൻഡസ്ട്രി നമ്മുടെ കൊറിഡോറിലൂടെയാണ് ഇത് പോകുന്നത്. ഇത് ആക്ച്വലി യു കൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് ICF ആണ്. ICF-ഉം BEML-ഉം കൂടാണ്. ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയും BEML. BEML എന്ന് പറയുന്നത് പഴയ ഭാരത് എർത്ത് മൂവേഴ്സ് ആണ് കേട്ടോ. ഇപ്പം അതില്ല. ഭാരത് എർത്ത് മൂവേഴ്സ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ BEML എന്ന് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ICF-ഉം BEML ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഹൈസ്പീഡ് ട്രെയിനുകളുണ്ട്, പക്ഷെ ഇപ്പോഴും നമുക്ക് അതിന് ഡിസൈൻ റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഡിസൈൻ, മാനുഫാക്ചറിങ്, എയറോഡൈനാമിക്, എയർ ടൈറ്റ് കാർ ബോഡി ഡിസൈൻ, ഇലക്ട്രിക്സ്, ഹൈ സ്പീഡ് പ്രൊപ്പൽഷൻ, വെയിറ്റ് ഒപ്റ്റിമൈസേഷൻ, ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ, ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ആയിട്ടില്ല. പിന്നെ അതേപോലെ എയറോഡൈനാമിക് എക്സ്റ്റീരിയർ, സീൽഡ് ഗാങ് വേ, ഓട്ടോമാറ്റിക് ഡോർ, ഒപ്റ്റിമം ടെമ്പറേച്ചർ, ലൈറ്റിംഗ് ഇൻസൈഡ്, കോമ്പാർട്ട്മെന്റ്സ്, ഈ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ട്രെയിനിൽ, ഹൈ സ്പീഡ് ട്രെയിനിൽ കൊണ്ടുവരണം. നമുക്ക് ഇതിലൊരു ക്ലാരിറ്റിയിൽ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് പലപ്പോഴും ഓടുന്നത് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട് കോറിഡോറിലാണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട് കോറിഡോർ എന്നൊരു കോറിഡോർ ഉണ്ട്. ഇതിലൂടെയാണ് ഇത് ആദ്യമായിട്ട് പോകുന്നത്. ഇത് ജപ്പാന്റെ സഹായത്തോടെയാണ് ഈ മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ കൂടെ ആയിരിക്കും നമ്മൾ ഇത് ഓടിക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പോഴും ഇത് പറയുന്നത് കണ്ടോ, ഷിൻകാൻസൻ പോലെയാണ്, വിച്ച് ബോസ്റ്റ് ഓഫ് 320 km/h ആണ്. 320 km/h ഷിൻകാൻസൻ പോലെ. ഇനി വേണമെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ ഷിൻകാൻസന്റെ ജാപ്പനീസ് ട്രെയിൻ എടുത്തുകൂടി ഇന്ത്യയിൽ ഓടിച്ചാലൊന്നും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ ജപ്പാന്റെ ട്രെയിൻ എടുത്തെങ്കിലും ഓടിക്കുന്നതാണ് പറയുന്നത്. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട വാർത്ത. സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് എസ്, നമുക്ക് ബിസിനസ് പേജിൽ നമുക്ക് നോക്കേണ്ട 2-3 കാര്യങ്ങൾ. അദാനിയുടെ തൻസാനിയ ടു ഓണർ അദാനി പാക്സ് ഡെസ്പൈറ്റ് പല രാജ്യങ്ങളും പിന്നിലേക്ക് പോയെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും തൻസാനിയ മുന്നോട്ട് പോവാണ്. അദാനിയുടെ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോവാണ്. അതിൽ ഒരുപാട് കറപ്ഷൻ നടന്നു എന്നാണ് പിന്നെ ഇതിനകത്ത് പറയുന്നത്. ഞാൻ ആ ന്യൂസിലേക്ക് അധികം കടക്കുന്നില്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ഇസ് എ സ്മോൾ വാർത്ത, പക്ഷേ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽ ബ്ലോക്സ്? ഇതിൽ 2 പ്രധാനപ്പെട്ടാണ്. നമ്മൾ എപ്പോഴും കാണും ഇത്തരം ഓപ്ഷൻ നടക്കുമ്പോൾ ക്രിട്ടിക്കൽ സ്ട്രാറ്റജിക് മിനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടാണ്. ക്രിട്ടിക്കൽ മിനറൽസ് വേറെ, സ്ട്രാറ്റജിക് മിനറൽസ് വേറെ. എന്താണ് ഇത് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ട് ബിസിനസ് കോമ്പണൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലിത്തിയം എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിത് എന്താണ് ഇത് ഞാൻ ഈ വരുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിപ്പിക്കാം. എന്താണ് ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽ എന്ന് പറയുമ്പോൾ ലിത്തിയം ഉണ്ട്. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ വളരെയധികം ഡിഫൻസിലൊക്കെ നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ടൈറ്റാനിയം ഒരു സ്ട്രാറ്റജിക് മിനറൽ ഇതാണ്. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക്, എന്താണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളൊരു
ക്ലാസിഫിക്കേഷൻ നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി കോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പിന്നെ ഇതൊരു പ്രധാന വാർത്തയാണ്. 5,000 crores ത്രൂ ലോങ് ടേം ബോണ്ട്സ്. ബാങ്ക് ഓഫ് ഇന്ത്യ 5,000 കോടി റേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇത് ബാങ്ക് ഓഫ് ഇന്ത്യ BOI 5,000 രൂപയാണ് ലോങ് ടേം ബോണ്ട്സ് ആണ്. ഇത് ഇൻവെസ്റ്റർ മാർക്കറ്റ് ആണെന്ന് വിചാരിക്കുക. പബ്ലിക്കിന്റെ കയ്യിൽ നിന്നല്ല റേസ് ചെയ്തത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ബാങ്കിന് റേസ് ചെയ്യാം. അത് കൂടുതലും റീറ്റെയിൽ ബോണ്ട്സ് ഒക്കെ റേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പെൻഷൻ ഫണ്ട്സ്, അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഹൗസസും അങ്ങനത്തെ ആൾക്കാർ ഇവിടെ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അതിന് വലിയ കോടിക്കണക്കിന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിൽ ലോൺ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 5,000 കോടി റേസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് എടുക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ഇൻവെസ്റ്റർ ഗ്രൂപ്പില്ലേ, പെൻഷനേഴ്സ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ്, ഇവരുടെയൊക്കെ ബോണ്ട് ഇഷ്യൂ ചെയ്യും. ദേ കൻ ഇഷ്യൂ എ കൂപ്പൺ ബോണ്ട്. ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഇവർ ഈ പൈസ 5,000 കോടി രൂപ ഈ പൈസ BOIക്ക് ഇവർ കൊടുക്കും. പകരം ഇവർ BOIയുടെ ബോണ്ട് വാങ്ങിച്ച് കൈവയ്ക്കും. അപ്പോൾ ആ ബോണ്ടിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ 5,000 കോടി രൂപ തന്നാൽ ഞങ്ങൾക്ക് മാസം ഇത്ര % നിങ്ങൾ പലിശ തരണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പൈസ തരാം, ഞങ്ങൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്ര രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ എടുത്തോ. ബാങ്ക് ഓഫ് ഇന്ത്യ ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഇമാജിൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്, ഇത് ചിലപ്പോൾ ഒരു 7% പലിശ എന്ന് വിചാരിക്കുക. ഇവിടുത്തെ പലിശ ഇപ്പുറത്തെ ഈ പൈസ വാങ്ങിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് കൊടുക്കും, ബാങ്കിൽ ഫണ്ട് ചെയ്യും. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ വളരെ സ്ലോ അല്ലേ. ഇത് കൺസ്ട്രക്ഷൻ ചെയ്ത് വന്ന് ലോങ് ടേമിലേക്ക് ഇത് വന്ന് സെറ്റിൽഡ് ആയി, ഇത് വന്ന് തുടങ്ങി, ഇതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടും. ഇത് ലോങ് ടേം പ്രോസസ് ആണ്, അതുകൊണ്ടാണ് ലോങ് ടേം. അത്രയും സമയം ഇവർക്ക് പലിശ കിട്ടും. ഇവർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലോൺ ആൾക്കാർക്ക് ലോൺ കൊടുക്കും. ഇവിടെ 7% ലോൺ കൊടുത്തത് അവർ കസ്റ്റമേഴ്സിന് വാങ്ങിക്കുന്നത് ചിലപ്പോൾ 12-13% ഒക്കെ ആയിരിക്കാം വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പോൾ 7% ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു 5-6% ബാങ്കിന്റെ ലാഭമാണ്. അത് കോടികളിലാണ് വരിക. അത് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ ഈ ബോണ്ട് മാർക്കറ്റിൽ ഇതങ്ങനെയാണ് ബാങ്ക് പൈസ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ദിവസം ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമല്ല, SBIയും ബോണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. SBI 5,000 ഒന്നും അല്ല, 50,000 കോടിയാണ് ബോണ്ട്സ് റേസ് ചെയ്തത്. ജസ്റ്റ് ഇമാജിൻ. അവർ പലതരം ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ടയർ 2 ബോണ്ട്സ്, 81 ബോണ്ട്സ്, 81 എന്ന് പറഞ്ഞാൽ 81 അല്ല, 81 എന്ന് പറയുന്ന 81 ബോണ്ട്സ്, അങ്ങനെ പല ബോണ്ട്സ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതും ഈ പറയുന്ന പോലെ പ്രൊവിഡന്റ് പെൻഷൻ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇവരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ്. അല്ലാതെ പബ്ലിക്കിനെ നല്ല വാങ്ങിച്ചിരിക്കുന്നത്. റീറ്റെയിൽ വാങ്ങിക്കാം, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. അപ്പോൾ ഇവരും ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫണ്ടുകൾ റേസ് ചെയ്യുന്ന എന്തിനാണെന്ന് മനസ്സിലായില്ല. ബാങ്കിന് ഫണ്ട് ചെയ്യാനും ബാങ്കിന് റോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഫണ്ട് ഇറക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്തത് ഓൾറെഡി നമ്മൾ ഇന്നലെ കണ്ടതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസ് പറയാണ് അവർക്ക് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇയാൾക്കെതിരെ അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഫോളോ സംതിങ് കോൾ റോം സ്റ്റാറ്റ്യൂട്ട്. ഇന്ത്യ ഇതിന്റെ ഭാഗമല്ല. ഇന്ത്യ റോം സ്റ്റാറ്റ്യൂട്ട് റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഈ സൈൻ ചെയ്തിരിക്കുന്ന എത്രയോ 130-140 രാജ്യങ്ങളും കാണുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ എവിടെ പോയാലും അവിടുത്തെ പോലീസിന് ഇയാളെ പ്രൈം മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു കേസാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഓസ്ട്രേലിയൻ ലോവർ ഹൗസ് പാസസ് ബിൽ ടു ബാൻ ചിൽഡ്രൻ ഫ്രം സോഷ്യൽ മീഡിയ. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കൊടുക്കണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. FB, ഇൻസ്റ്റ, സ്നാപ്ചാറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഓൾറെഡി ഇസ്ലാമാബാദിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പാകിസ്ഥാന്റെ പഴയ പ്രൈം മിനിസ്റ്ററിനെ ജയിലിൽ കിടക്കുന്നുണ്ട്. തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പാകിസ്ഥാനി ഗവൺമെന്റും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെവി ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്രിമിനൽ കോർട്ട് ഇവർക്ക് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിന് മാത്രമല്ല അറസ്റ്റ് വാറണ്ട് ഇറക്കിയത്. ICC ചീഫ് പ്രോസിക്യൂട്ടർ സീക്സ് വാറന്റ്സ് അഗെയിൻസ്റ്റ് മിയാൻമാറിന്റെ മിലിറ്ററി റിജൈമിനും ഇങ്ങേർക്കും കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് മാത്രമല്ല, മിയാൻമാറിന്റെ മിലിറ്ററി റിജൈമുള്ള റോഹിംഗ്യ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ എത്ര ആൾക്കാരെയാണ് ദ ടോപ്പ് പ്രോസിക്യൂട്ടർ റിക്വസ്റ്റ് മോർ ഫോർ മിയാൻമാർ ലീഡർ. മിയാൻമാറിനെ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിക്കാണ് അത്രയും റോഹിംഗ്യ മുസ്ലിംസിനെ ഡിസ്പ്ലേസ് ചെയ്തതിന്റെ കുറ്റത്തിന് വാർ അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിയുടെ കേസസിൽ ഇയാൾക്കെതിരെയും അറസ്റ്റ് വാറണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് ആരും ICC ഇവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറ്റുമൊന്നുമില്ല. പക്ഷെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വാർത്ത. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നിങ്ങളിത് വായിക്കുക, നല്ലോണം പഠിക്കുക. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. കീപ് വാച്ചിങ് IAS ഫാക്ടർ.
ആൻഡ് ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. ആൻഡ് ഒരു കാര്യം കൂടെ, നമ്മുടെ 2025 ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് റാപ്പിഡ് ബാച്ച്, അവസാനത്തെ ഒരു 6 months ഹെവി ഇൻറ്റൻസീവായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ബാച്ചാണ്. സോ അത് ഡെഫിനറ്റ്ലി ഉണ്ട്. താഴത്തെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. അതേപോലെ വി ആർ ഓൾസോ സ്റ്റാർട്ടിങ് 2026 ലൈവ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ലൈവ് ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കറണ്ട് അഫയേഴ്സിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ക്ലാസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാ ആഴ്ച നടക്കുന്നുണ്ട്. സോ കീപ് ഇൻ മൈൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ.